ബ്രഹ്മസൂത്രം പ്രഥമാധ്യായത്തിന്റെ പ്രഥമപാദം പ്രഥമസൂത്രം അതിന്റെ 45-ാമത്തെ പേജ് മുതൽക്ക് തുടങ്ങണം. 44-ല് വന്നു നിന്നത് അന്യമതങ്ങൾ പറഞ്ഞതാണ്. ചിലര് ഇങ്ങനെ മാനിക്കുന്നു, ആത്മാവിന്റെ അസ്തിത്വം പ്രതി വിപ്രതിപത്തി ഉണ്ടായിരുന്നു. ചിലര് ഇല്ല എന്നും ചിലര് ഉണ്ട് എന്നും. എന്ന് പറഞ്ഞാൽ ആത്മാ എന്ന് ഉള്ള വസ്തുവല്ല, മറിച്ച് അസത്താണ് എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. മറ്റു പലർക്കും സത്താണെങ്കിൽ പോലും ശരീരാദികളാണെന്നും ശരീര വിലക്ഷണമാണെന്നും അതേപോലെ ജീവാത്മഭേദം ഉണ്ട് എന്നും ഇല്ല എന്നും ഇങ്ങനെ പല പക്ഷം അവതരിപ്പിച്ചിരുന്നു. ഇതിൽ സിദ്ധാന്ത പക്ഷം നമ്മൾ 44-ാമത്തെ പേജിൽ ടീക്കയിന് താഴെ 2-ാമത്തെ പങ്ക്തിയിൽ കണ്ടു. ഭോക്തുർ ജീവസ്യ അകർത്തുഃ സാക്ഷിണഃ സ ഈശ്വരഃ ആത്മസ്വരൂപമിതി വേദാന്തിനോ വദന്തി. ജീവ അഭിന്ന, സാക്ഷി അഭിന്ന, ഈശ്വര അഭിന്ന, നിത്യശുദ്ധ പരമാത്മാ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വേദാന്തികളുടെ അഭിപ്രായം. ഇപ്രകാരം പിന്നെന്താ പറഞ്ഞത്? വിപ്രതിപത്തി ഉപസംഹരതി. വിപ്രതിപത്തിയെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് 44-ലെ അവസാന ഭാഷ്യ പങ്ക്തി. ഏവം ബഹവോ വിപ്രതിപന്നാഹ. പലരുണ്ട് വിപ്രതിപന്നന്മാർ, വിരുദ്ധ അഭിപ്രായത്തോടുകൂടി പലരിവിടെയുണ്ട്. എങ്ങനെ? യുക്തി വാക്യ തദാഭാസ സമാശ്രയാ. യുക്തി വാക്യാശ്രയാ യുക്തിയാഭാസ വാക്യാഭാസ സമാശ്രയാ. യുക്തിയെ ആശ്രയിച്ചിട്ടും വാക്യത്തെ ആശ്രയിച്ചിട്ടും, നുറ പ്രമാണമായിരിക്കുന്ന വാക്യത്തെ ആശ്രയിച്ചിട്ടും അതിനോടനുബന്ധിച്ചിരിക്കുന്ന യുക്തികളെ ആശ്രയിച്ചിട്ടും, ചിലപ്പോൾ യുക്തി പറയുമ്പോൾ അത് യുക്തി ആഭാസമാവും. അവരുടെ വാക്യം പ്രമാണമായിട്ട് വരേണ്ടതാണ്, പക്ഷേ പ്രാമാണികമല്ലാതെ പോകുമ്പോൾ വാക്യാഭാസമായി മാറും. ഇവിടെ നമ്മളിനി യുക്തിയാഭാസം, വാക്യാഭാസത്തെ ടീക്കയിലൂടെ നിരൂപണം നടത്താൻ പോവാണ്. എന്താണ് ഇന്നലെ അവസാനിപ്പിച്ച ടീക്ക? തത്ര യുക്തിവാക്യാശ്രയ സിദ്ധാന്തിനഃ. ഇതാണ് 45-ാമത്തെ പേജ് തുടങ്ങുന്നത്. 44-45 ടീക്ക വരികയാണിത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബഹവഹ എന്ന് പറഞ്ഞല്ലോ, പലരുണ്ട് യുക്തിയെയും യുക്തിയാഭാസത്തെയും വാക്യത്തെയും വാക്യാഭാസത്തെയും ആശ്രയിച്ചിരിക്കുന്നവർ. അവരിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? പൂർവപക്ഷി സിദ്ധാന്തി മതങ്ങൾ അവതരിപ്പിക്കുകയാണ്. യുക്തിവാക്യത്തിലൂടെ യുക്തിവാക്യാശ്രയാ സിദ്ധാന്തിനഃ. യുക്തിയുള്ള വാക്യത്തെ ആശ്രയിച്ചിരിക്കുകയാണ്. അതേപോലെ യുക്തിയെയും വാക്യത്തെയും ആശ്രയിച്ചിരിക്കുകയാണ് സിദ്ധാന്തികൾ. അങ്ങനെയാണ്, യുക്തിയെ ആശ്രയിച്ചിട്ട് വാക്യത്തെ ആശ്രയിച്ചിട്ട്. അപ്പൊ ആദ്യം യുക്തിയെ കാണാം. ഇവിടെ യുക്തി എന്നുള്ളത് അനുമാന പ്രയോഗമാണ്. ജീവോ ബ്രഹ്മൈവ ആത്മത്വാദ് ബ്രഹ്മവത് ഇത്യാദി യുക്തേഹേ തത്വമസി ഇത്യാദി ശ്രുതേശ്ച അബാധിതായ സത്വാദ്. ബാധ നേരിടാത്ത വാക്യവും അനുമാനപ്രയോഗവും ഉണ്ട്. ഈ അനുമാനത്തില് ബാധ നേരിട്ട് കഴിഞ്ഞാൽ ഹേതു ആരായി മാറും? ബാധിത. ടീക്കേ, ഇങ്ങനെയൊന്നും ഇല്ല എന്നാ കാണിക്കുന്നത്. ബാധ അനുമാന സ്ഥലത്തില്ല. നോക്കാം. ജീവോ ബ്രഹ്മൈവ, ഇതാണ് പ്രതിജ്ഞാവാക്യം. പ്രതിജ്ഞാവാക്യ സ്ഥലത്ത് പക്ഷം ഉണ്ടാവും, സാധ്യം ഉണ്ടാവും. പക്ഷവും സാധ്യവും ചേർക്കുമ്പോഴേക്കും നമുക്ക് പ്രതിജ്ഞ കിട്ടും. ആത്മത്വാദ് ഹേതുവായി ബ്രഹ്മവത്. ബ്രഹ്മ എങ്ങനെ ആത്മാവായി? കാരണം ആത്മത്വം എന്നുള്ള ഹേതു ബ്രഹ്മത്തിൽ വെക്കണ്ടേ? ദൃഷ്ടാന്തത്തിൽ ഹേതുവും സാധ്യവും സിദ്ധിക്കണം. എത്ര ആത്മത്വം തത്ര ബ്രഹ്മത്വം. എവിടെയാണോ സാധ്യം കാണുന്ന സമയത്ത് അനുമാനവാക്യ പ്രയോഗ സ്ഥലത്ത് വാൻ മാൻ എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അതില്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക. നിങ്ങൾക്ക് ഈസി മെത്തേഡ് പറഞ്ഞുതരാണ്. അപ്പോൾ വന്യമാൻ എന്നുള്ള സ്ഥലത്ത് മാൻ, ജീവോ ബ്രഹ്മൈവ ആത്മത്വാത് ബ്രഹ്മവത്. ഇവിടെ നിങ്ങളുടെ വ്യാപ്തിയുടെ സ്വരൂപം വരുന്നത് എത്ര ആത്മത്വം തത്ര ബ്രഹ്മത്വം എന്നാണ്. ഈ ആത്മത്വം ആദ്യം എവിടെ സിദ്ധിക്കണം? ദൃഷ്ടാന്തത്തിൽ സിദ്ധിക്കണം. ദൃഷ്ടാന്തമാണ് ബ്രഹ്മ. ബ്രഹ്മത്തിൽ എങ്ങനെയാണ് ആത്മത്വം സിദ്ധിക്കുക? ബ്രഹ്മത്തിൽ ആത്മത്വം സിദ്ധിച്ചിട്ട് പിന്നെ ജീവനിൽ ബ്രഹ്മത്വം സിദ്ധിക്കാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ബ്രഹ്മത്തിൽ ആത്മത്വം സിദ്ധിക്കുക? ആത്മത്വം എന്ന് പറഞ്ഞാല് എല്ലാറ്റിന്റെയും സ്വരൂപത്തെയാണ് ആത്മാ എന്ന് പറയുന്നത്. ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം നടക്കും. അപ്പോൾ ആത്മത്വം എങ്ങനെയാണ് ബ്രഹ്മത്തിലിരിക്കുക? സകല ജഗത്തിന്റെ സ്വരൂപം ബ്രഹ്മമായതിനാൽ ബ്രഹ്മത്തിൽ ആത്മത്വം ഇരിക്കും.
മനസ്സിലായോ? ഇല്ലെങ്കിൽ ഈ പങ്ക്തിയും അന്വയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വെറുതെയെങ്കിലും ആ സിദ്ധാന്തിയുടേതാണ്, ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ എങ്ങനെയാണ് ബ്രഹ്മത്തിൽ ആത്മത്വം വരുന്നത്? ബ്രഹ്മത്തിൽ ബ്രഹ്മത്വം വരാം, ആത്മാവിൽ ആത്മത്വം വരാം. പക്ഷെ നിങ്ങൾ ചെയ്തത് ബ്രഹ്മത്തിൽ ആത്മത്വം വെച്ചതാണ്. ഇതെങ്ങനെ സിദ്ധിക്കും? ഇന്നലെ മനസ്സിലാക്കണം. ആത്മാ എന്ന് പറയുന്ന സ്വരൂപം എന്നർത്ഥം. സകല ജഗത്തിന്റെ സ്വരൂപം ഏകനായിരിക്കുന്ന ബ്രഹ്മമായതിനാൽ ആ ബ്രഹ്മത്തിൽ ആത്മത്വം ഇരിക്കും. കാരണം ആ ആത്മാവിൽ, ആ ബ്രഹ്മത്തിൽ നിന്നാണ് സകല ജഗത്തിന്റെ ഉത്പത്തി. ठीक है? അപ്പോൾ ആത്മത്വം ബ്രഹ്മത്തിലുണ്ട്. അതേപോലെ നിങ്ങളുടെ സാധ്യം എന്താണ്? ബ്രഹ്മത്വം. ബ്രഹ്മൈവ എന്നുള്ള സ്ഥലത്ത് ബ്രഹ്മ എന്നല്ലേ കേൾക്കുന്നുള്ളൂ. ഒരുത്തം ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് സാധ്യം കിട്ടും. ഇതൊക്കെ ഷോർട്ടായിട്ട് പറയുകയാണേ. അല്ലാതെ രീതികളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ന്യായ, സിദ്ധാന്ത, മുക്താവല്യാദികളെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ എത്ര എത്ര ആത്മത്വം എവിടെ കിട്ടി? ബ്രഹ്മത്തില്. തത്രത്ര ബ്രഹ്മത്വം കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ നിങ്ങളുടെ വ്യാപ്തി സിദ്ധമായി എത്ര എത്ര ആത്മത്വം തത്രത്ര ബ്രഹ്മത്വം ആയതിനാൽ ഇനി എങ്ങോട്ട് പോകണം? ജീവോ ബ്രഹ്മൈവ എന്നുള്ള സ്ഥലത്ത് പക്ഷമാണ് ജീവാഹ. ആ ജീവൻ ആത്മാവല്ലേ? അതെ. അവിടെ ആത്മത്വം ഉണ്ടോ? ഉണ്ട്. എത്ര എത്ര ആത്മത്വം തത്ര എത്ര ബ്രഹ്മത്വം എന്നല്ലേ നിങ്ങൾക്ക് വ്യാപ്തി കിട്ടിയത്? അതെ. ഇവിടെ ഇപ്പോൾ ആത്മത്വം ജീവനിൽ ഇരുന്നത് കൊണ്ട് അവിടെ എന്ത് സിദ്ധിക്കണം? ബ്രഹ്മത്വം സിദ്ധിക്കണം. അപ്പൊ എന്താ സിദ്ധിച്ചത്? ജീവൻ ബ്രഹ്മസ്വരൂപം തന്നെ എന്ന് നിങ്ങൾക്ക് ആത്മത്വ ഹേതുവിനാൽ സിദ്ധിക്കാൻ പറ്റും. ഇത് യുക്തേഹേ, ഇപ്രകാരം യുക്തിയും നിലനിൽക്കുന്നുണ്ട്, അനുമാനം നിലനിൽക്കുന്നതാണ്. അനുമാനത്തിലൂടെ നമ്മൾക്ക് എന്ത് സിദ്ധിക്കാം? ജീവൻ ബ്രഹ്മസ്വരൂപം തന്നെയാണ് സിദ്ധിക്കാം. എവിടെയാണ് പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായതെന്ന് പറഞ്ഞത്? ജീവന്റെ കാര്യത്തിൽ ജീവൻ വിലക്ഷണനാണെന്നും അരുള ശരീരാദികളാണെന്നും ഉള്ള അഭിപ്രായ സ്ഥലത്ത് സിദ്ധാന്തിയുടെ വശം അവതരിപ്പിച്ചതാണ് ജീവൻ ബ്രഹ്മസ്വരൂപം തന്നെയാണ്. ഇനി അത്രയും മാത്രമല്ല, പിന്നെയോ തത്വമസി ഇത്യാദി ശ്രുതേശ്ച, അബാധിതായ ശ്രുതേശ്ച, ബാധ നേരിടാത്ത ശ്രുതിയുണ്ട്. ശ്രുതിയുടെ അർത്ഥവും ബാധിക്കപ്പെടുന്നില്ല. തത്ത് ത്വം അസി, ഇത് വാക്യമാണോ? അല്ലയോ? തത്വമസി അതെ, മഹാവാക്യം. പദമാണോ അത്? പദവുമാണ്. അല്ല, പദങ്ങളുടെ കൂട്ടമാണത്. പദങ്ങളുടെ കൂട്ടമാണെന്ത്? വാക്യം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? തത് പദത്തിന്റെ അർത്ഥം, വാച്യാർത്ഥം ഈശ്വരനും, ത്വംപദത്തിന്റെ വാച്യാർത്ഥം ജീവനും. ഇവിടെ വാച്യങ്ങൾ തമ്മിൽ ഇല്ലെങ്കിലും വാച്യാർത്ഥത്തെ ഒഴിവാക്കിയിട്ട് ലക്ഷ്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ജീവൻ പരമാത്മ സ്വരൂപം തന്നെയായിരിക്കും. അവിടെ വ്യത്യാസമില്ല, ഒറ്റൊന്നേ ഉള്ളൂ. ഒരേ ഒരു ചൈതന്യം അവിദ്യ നിലനിൽക്കുന്നതുകൊണ്ട് ജീവരൂപത്തിലും ഈശ്വര രൂപത്തിലും നിലനിൽക്കുന്നത് മാത്രം. അവിദ്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജീവൻ തന്നെയാണ് പരമാത്മ. ഈ രീതിയിൽ ശ്രുതിയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശരിക്ക് ഇവിടെ കാണിച്ച തലതിരിവായി പോയി. എന്ന് പറഞ്ഞാൽ ആദ്യം അനുമാനം കാണിച്ചിട്ടല്ല ശ്രുതി കാണിക്കേണ്ടത്. ശ്രുതി കാണിച്ചിട്ടാണ് അനുമാനം കാണിക്കേണ്ടത്. കാരണം നൈയായികന്മാര് ഇത് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്. നൈയായികന്മാരെ സംബന്ധിച്ച് അനുമാനത്തിലൂടെ സിദ്ധിച്ച കാര്യത്തിന് ബലം നൽകാനാണ് അവര് ശ്രുതി പ്രമാണം കൊണ്ടുവരിക. വേദാന്തി ശ്രുതിയാൽ സിദ്ധിച്ച കാര്യത്തെ ബലം കൊടുക്കാനാണ് അനുമാന പ്രമാണം കൊണ്ടുവരിക. എന്തുകൊണ്ടാ? പ്രബല പ്രമാണം വേദമാണ്, വൈദിക വാക്യം കൊടുക്കണം. അതിന് ബലം കൊടുക്കാനേ അനുമാനം കൊണ്ടുവരാൻ പാടും. ഇത് അറിയായിട്ടും നല്ലത്. ठीक है? അവരങ്ങനെ എഴുതി വെച്ചത് വേറെ കാര്യം. അവർക്കറിയാം ഇങ്ങനെ എഴുതി വെച്ചാൽ പറഞ്ഞു കൊടുക്കുമ്പോൾ കാര്യം മനസ്സിലാവും. ठीक है? അന്യേതു, അന്യ ചാർവാകാദികൾ ഇനി പറയുന്ന എന്താണ്? ദേഹാദിരാത്മാ അഹം പ്രത്യയ ഗോചരത്വാത് വ്യതിരേകേണ ഘടവത് ഇത്യാദി യുക്ത്യാഭാസം. നോക്കിക്കോ. ദേഹാദിരാത്മാ അഹം പ്രത്യയ ഗോചരത്വാത്, ഇവിടുത്തെ സാധ്യം ഹേതു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷം ദേഹാദിപക്ഷം, ആത്മത്വം സാധ്യം. അഹം പ്രത്യയ ഗോചരത്വ അഹം പ്രത്യയ വിഷയത്വമാണ്. ഞാൻ എന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയം ഏതാണോ അതാണ് അഹം പ്രത്യയ ഗോചരം. അവിടെ ഇരിക്കും അഹം പ്രത്യയ ഗോചരത്വം. ഇവിടെ ഇപ്പോൾ എത്ര എത്ര അഹം പ്രത്യയ ഗോചരത്വം തത്ര അത്ര ആത്മത്വം എന്ന് ദേഹമല്ലാതെ മറ്റെവിടെയും കാണിക്കാനില്ല. അതുകൊണ്ട് അന്യദൃഷ്ടാന്തം കിട്ടാത്തതിനാൽ ഇവരിവിടെ വ്യതിരേക വ്യാപ്തിയാണ് കാണിക്കുന്നത്. വ്യതിരേക വ്യാപ്തി സ്ഥലത്ത് എങ്ങനെയായിരിക്കും? എത്ര എത്ര സാധ്യഭാവ തത്ര ഹേത്വഭാവ. അന്യവ്യാപ്തി സ്ഥലത്തോ എത്ര എത്ര ഹേതു തത്ര സാധ്യം. ഇവിടെ ഇപ്പോൾ എത്ര എത്ര ഹേതു തത്ര സാധ്യം എന്ന് പറയാൻ പറ്റും, പക്ഷേ ദൃഷ്ടാന്തം എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് വ്യതിരേക വ്യാപ്തി കൊടുക്കുകയാണ്. വ്യതിരേകണ ഘടവത്.
അപ്പോൾ ഘടത്തില് ആത്മത്വമുണ്ടോ? സാധ്യം ഇല്ല. അഹം പ്രത്യ വിഷയത്വമുണ്ടോ? ഇല്ല. അപ്പോൾ എത്ര എത്ര സാധ്യഭാവ തത്ര ഹിത്വഭാവ. ഇവിടെ ഇപ്പോൾ എത്ര എത്ര ആത്മത്വഭാവ അത്ര എത്ര അഹം പ്രത്യ ഗോചരത്വഭാവ എന്ന് വ്യാപ്തി എവിടെ കിട്ടും? ഘടത്തിൽ കിട്ടും. വ്യതിരേക വ്യാപ്തി ഘടത്തിൽ കിട്ടിയാലും പക്ഷത്തിൽ നിങ്ങൾ വ്യതിരേക വ്യാപ്തിയല്ല സിദ്ധിക്കാൻ പറ്റുന്നത് പോകുന്നത് അന്യവ്യാപ്തി ആയിരിക്കും. ठीक വ്യതിരേകാണ് ഘടത്തില് ആത്മത്വവും അഹം പ്രത്യ ഗോചരത്വവും ഇല്ല എന്നുള്ളതിനാൽ വ്യതിരേക വ്യാപ്തി സിദ്ധിക്കുന്നത് കൊണ്ട് വ്യതിരേക വ്യാപ്തി സ്ഥലത്ത് എങ്ങനെയാണ് പറയാ? സാധ്യാഭാവ വ്യാപ്യ ഹേത്വഭാവ അഭാവത്വാത് സാധ്യാഭാവ അഭാവവാൻ പക്ഷ എന്ന് കിട്ടും. സാധ്യാഭാവത്തിന്റെ വ്യാപ്യമായിരുന്നു എന്ത്? ഹേത്വഭാവം എന്ന് പറയാൻ അഹം പ്രത്യ ഗോചരത്വ ഭാവം. അതിന്റെ അഭാവം എന്ന് പറയാൻ അഹം പ്രത്യ ഗോചരത്വം ദേഹാദികളിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതൊക്കെ പഠിപ്പിച്ചെന്നല്ലേ. വ്യതിരേക വ്യാപ്തി സ്ഥലത്ത് എന്തായിരുന്നു? വ്യതിരേക വ്യാപ്തി സ്ഥലത്ത് എന്താണ് വേണ്ടത്? ഉപനയം. ഉപനയം നിഗമനത്തിന് മുന്നേ ഉപനയവാക്യം വരുന്നത് സാധ്യവ്യാപ്തി ഹേതുമാനയം പക്ഷ എന്നല്ല. പിന്നെയോ സാധ്യാഭാവ്യാപ്യ ഹേത്വഭാവ അഭാവവാൻ അയം പക്ഷ. സാധ്യാഭാവ്യാപ്യ ഹേത്വഭാവത്തിന്റെ അഭാവം ഇരിക്കുന്നതിനാൽ എന്തിരിക്കും? സാധ്യാഭാവത്തിന്റെ അഭാവം ഇരിക്കും. എന്നപ്പോൾ ദേഹാദികളില് അഹം പ്രത്യ ഗോചരത്വ അഭാവത്തിന്റെ അഭാവമായിരിക്കുന്ന അഹം പ്രത്യ ഗോചരത്വം ഇരിക്കും. സോറി, അഹം പ്രത്യ ഗോചരത്വ അഭാവം ഇരിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഹേത്വഭാവത്തിന്റെ അഭാവം ഇരിക്കുന്നതിനാൽ സാധ്യാഭാവത്തിന്റെ അഭാവം ഇരിക്കും. എന്ന് പറഞ്ഞാൽ ആത്മത്വഭാവത്തിന്റെ അഭാവം ഇരിക്കും. ഇപ്രകാരം എന്തുപറ്റി? ദേഹാദിരാത്മാ അഹം പ്രത്യ ഗോചരത്വ ഞാൻ എന്നുള്ള ബോധത്തിന്റെ വിഷയം ശരീരമായതിനാൽ ശരീരത്തെ നമ്മൾ ആത്മാ എന്ന് വിളിക്കണം. കാരണം ഘടത്വപ്രകാരക ബുദ്ധിയുടെ വിഷയം ഘടമാകുന്നതുപോലെ അഹം പ്രത്യയ വിഷയത്വം എവിടെയുണ്ടോ അത് ആത്മാവായിരിക്കണം. ഇതം പ്രത്യയ വിഷയത്വം, ഇത് എന്നുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ ആത്മഭിന്നമായിരിക്കും. ഞാൻ എന്നുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ അത് ആത്മാവിലായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയം ആരാ? ഈ ശരീരമാണ്. ഞാൻ പോട്ടെ, ഞാൻ വരട്ടെ എന്നും പറഞ്ഞ ശരീര സംബന്ധിയായിട്ടല്ലേ നമ്മൾ വ്യവഹരിക്കാറ്. അതുകൊണ്ട് ശരീരമാണ് ആത്മാ. ഇതാരുടെ അഭിപ്രായ? ചാർവാകന്റെ അഭിപ്രായമാണ്. അനുമാനത്താൽ ഇങ്ങനെ സിദ്ധിക്കാം. ഇതി, പക്ഷെ ഇത് പറയാണ് സിദ്ധാന്തി, ഇതി യുക്തിയാഭാസം, ഇത് യുക്തിയല്ല. സവ ഏഷ, യുക്തിയുടെ ആഭാസമാണ്. ഇതൊക്കെ പിന്നെ പറഞ്ഞാൽ എന്തുകൊണ്ട് യുക്തി ആഭാസം നേരിടുന്നു എന്നുള്ളത്. ഇതിപ്പോ അവരുടെ അനുമാന പ്രയോഗം വെച്ചതാണ്. ഇനി അവർക്ക് എന്ത് വേണം? വാക്യം വേണ്ടേ? വാക്യം പറയാണ് സവ ഏഷ പുരുഷോ അന്നരസമയ. ഈ പുരുഷനുണ്ടല്ലോ അന്നരസമയനാകുന്നു. അന്നശരീരം ഉണ്ടല്ലോ, അന്നമയ ശരീരം. അന്നമയ ശരീരം ആരാ? ഈ ശരീരം തന്നെ. സവ ഏഷ പുരുഷ അന്നരസമയ. ഈ പുരുഷൻ, ശരിക്കും ഈ പുരുഷൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അന്നത്താലുള്ള വൃദ്ധിഹ്രാസങ്ങൾ നേരിട്ടിട്ട് അവന് എന്ത് പറ്റുന്നുണ്ട്? ബോധത്തിന്റെ കുറവും കൂടുതലും പറ്റും. കാരണം അന്നം കഴിച്ചില്ലെങ്കിൽ ഇവൻ ക്ഷീണിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് സത്യത്തില് പുരുഷൻ ക്ഷീണിക്കുന്നതല്ല, പുരുഷന്റെ ബുദ്ധി ക്ഷീണിച്ചു പോകുന്നതാണ് അത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പൂർവക്ഷി പറയുന്നത് എന്താണ്? അന്നരസമയമായിരിക്കുന്ന ഈ ശരീരമാണ് ആത്മാ എന്നുള്ളതിന് ഞങ്ങൾക്ക് വൈദിക പ്രമാണമുണ്ട്. ഇനി ഇതൊന്നു കഴിഞ്ഞു. ഇനി ഇന്ദ്രിയ ആത്മാ എന്ന് മാനിക്കുന്നവരെ പറ്റി പറയാണ്. ഇന്ദ്രിയ സംവാദേ ചക്ഷുരാദയ തേ ഹവാച മൂജുഹു ത്വം ന ഉദ്ഗായതി തഥേതി ഹോവാച. ചാന്ദ്രികത്തിൽ നിങ്ങൾക്ക് കാണാം, ഇന്ദ്രിയങ്ങൾ പരസ്പരം സംവാദം നടത്തുന്നതാണ്. ഇന്ദ്രിയ സംവാദ സ്ഥലത്ത് അതായത് പാപവിദ്ധങ്ങളായി പോവുകയാണ് ഇന്ദ്രിയങ്ങൾ. അപ്പൊ അവര് ഓരോരോ ഇന്ദ്രിയങ്ങളോട് പറയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി ഉദ്ഗാനം നടത്തൂ എന്നുള്ളത്. ഉദ്ഗാനം നടത്തും, പക്ഷെ അതില് കല്യാണതമം തനിക്ക് വേണ്ടി മാറ്റി വെച്ചുകളെ. അങ്ങനെയും പാപവിദ്ധങ്ങളായി പോവുകയാണ് ഈ ഇന്ദ്രിയങ്ങൾ. അപ്പൊ പറയാണ് ഇന്ദ്രിയ സംവാദ സ്ഥലത്ത് ഇന്ദ്രിയങ്ങൾ പരസ്പരം ഊജുഹു, അവർ പരസ്പരം പറയുന്നുണ്ട്, ത്വം ന ഉദ്ഗായതി, നീ ഞങ്ങൾക്ക് വേണ്ടി ഉദ്ഗാനം നടത്തൂ. അപ്പൊ എന്ത് പറ്റി? ശബ്ദപ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ ചേതനല്ലേ ഇങ്ങനെ ശബ്ദപ്രയോഗം നടത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ശബ്ദപ്രയോഗം നടത്തി സ്ഥിതിക്ക് ഇന്ദ്രിയങ്ങളാണ് ആത്മാ. പ്രമാണം കിട്ടിയില്ലേ? ഒന്ന്. അപ്പൊ ഇന്ദ്രിയാത്മവാദികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാം. മന ഉവാച്ച. ഇനി നമ്മൾ 44-ാമത്തെ പേജിൽ മന ഇത്യ അന്യ എന്ന് പറഞ്ഞൊരു ഭാഷ്യത്തില് അതിനെടുത്ത് സംസാരിക്കുകയാണ്.
മന ഉവാച, മനസ്സ് പറഞ്ഞു. അപ്പോൾ പറയുക എന്നുള്ള കാര്യം മനസ്സ് ചെയ്തത് കൊണ്ട് മനസ്സാണ് ആത്മ. നിയോയം വിജ്ഞാനമയ പ്രാണേഷു അന്തർജ്യോതി പുരുഷ. അപ്പോൾ വിജ്ഞാനമയനായിരിക്കുന്ന ബുദ്ധിയാണ് ആത്മാ എന്ന് ആർക്ക് അഭിമാനിക്കാം? ബൗദ്ധന്മാർക്ക് അഭിമാനിക്കാം. ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അസദേവ് ഇതമഗ്രി ആസീത്. നിങ്ങളെ ചാന്തോക്യം, അസത്തായിരുന്നു സൗമ്യ ഇതം ജഗത് അഗ്രേ, സൃഷ്ടിക്ക് മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്ത് പറ്റി? അസത് കാര്യവാദത്തിന് പ്രമാണം കിട്ടിയില്ലേ? എല്ലാവർക്കും പ്രമാണമുണ്ട് വേദത്തിൽ എന്നുള്ളതാണ്, ആർക്കും കുറവില്ല. പക്ഷെ അതാണ് പ്രശ്നം, അന്വയിച്ച് എവിടെ കൊണ്ടുപോകുന്നുള്ളത്. അസദേവ അഗ്രി ആസീത്, അസത്ത് ഇല്ലാത്ത വസ്തുവാണ്. അവിടെ ആസീത് ശബ്ദത്തിന് അന്വയിക്കാൻ പറ്റുമോ? ठीक അവൻ ഉണ്ടിട്ടില്ലായിരുന്നു എന്നത് ഉണ്ണുക എന്നത് നടന്നിട്ടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അസത്വമായിട്ട്, അസത്തില്ലാത്ത വസ്തുവാണ്, അതുമായിട്ട് ആസീത്, അസ്ഥി എന്നുള്ളതിന്റെ ലിട്ട് പ്രയോഗമാണ് ആസീത്, ഉണ്ടായിരുന്നു എന്നുള്ളത്. അസത് ആസീത് എന്ന് അന്വയിക്കാൻ പറ്റത്തില്ല. ഇല്ലാത്ത വസ്തു ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ठीक അതുകൊണ്ടാണ് ഈ ശ്രുതി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പറയും, കഥം സൗമ്യ അസത സജ്ജായത സദൈവ സൗമ്യതമഗ്രേ ആസീത്. എങ്ങനെയാണ് അസത്തിൽ നിന്ന് സത്ത് ഉത്പന്നമാവുക? അതുകൊണ്ട് ഉത്പത്തിക്ക് മുന്നേ ഇതെല്ലാം സത്തായിരുന്നു. സത്തായിരിക്കുന്ന ആരായിരുന്നു? ഏകമായിരിക്കുന്ന ബ്രഹ്മമായിരുന്നു. ഇത് ശരിയാണോ? ഏകമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഇവയെല്ലാം ലീനമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, പല രീതിയിൽ ഇതിനെ അന്വയിച്ചു പോകാം. കാരണം സൃഷ്ടി മാനിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിപ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രളയകാലത്ത് ഇതെല്ലാം പോയിട്ട് അവിദ്യ ലീനമായിട്ട് ഈശ്വരോപാധിയിൽ കയറിയിരിക്കും. അല്ലെങ്കിലോ ഇതെല്ലാം മാറ്റി വെച്ച് കണ്ടാല് ബ്രഹ്മത്തിൽ നിന്നൊരു സൃഷ്ടി പറയുകയാണെങ്കിൽ ബ്രഹ്മം മാത്രമായിരുന്നു ഇത് മുമ്പ്, എന്നിട്ടോ സൃഷ്ടിയുടെ കാലത്തെല്ലാം സൃഷ്ടിച്ചു വിടും. എപ്രകാരം? സുഷുപ്തിയിൽ ഏകനായിരിക്കുന്ന ജീവൻ മാത്രം നിലനിന്നിട്ട് ജാഗ്രത സ്വപ്നകാലത്ത് സൃഷ്ടിക്കപ്പെടുന്നു പോകും. അവിടെയും ബീജനിദ്രായുധ പ്രാജ്ഞ എന്ന് പറഞ്ഞ കളയും. ठीक യുക്തനായിട്ട് പ്രാജ്ഞ ഇരിക്കത്തുള്ളൂ, കാരണം ഉണ്ടായിരിക്കും. കർത്ത ഭോക്ത, ഇനി ആരാ കർത്ത ഭോക്ത? കർത്ത ബോധ. ठीक കർത്ത ബോധ, ഇതെല്ലാം സാങ്ക്യ സിദ്ധാന്തത്തിനനുസരിച്ച് സാങ്ക്യന്റെ യെസ് കർത്ത, ശരി, കർത്ത ഭോക്ത എന്നല്ലേ? അപ്പം കർത്ത സാങ്ക്യ സിദ്ധാന്തത്തില്, സാങ്ക്യന്മാരുടെ സിദ്ധാന്തത്തില് കർത്താവല്ല, കർത്തൃത്വം പ്രകൃതിക്കും ഭോക്തൃത്വം ചേതനമാണത്. ठीक അതുകൊണ്ട് ഇവിടെ കർത്താ ഭോക്ത എന്ന് പറഞ്ഞത് കൊണ്ട് ആരുടെ മതമാണ്? വൈശേഷിക നൈയായിക മതത്തിനനുസരിച്ച് അവൻ കർത്താവാണ്, ഭോക്താവാണ്. ഇനി എന്താ? അനസ്നൻ അന്യ അഭിജാകശീതി, അടുത്ത മന്ത്രം മുണ്ടകത്തില്. ठीक അതായത് ഈ ശരീരത്തിൽ രണ്ട് പക്ഷികളുണ്ട്. സമാന വൃക്ഷേ പരിഷസ്വജാതേ, അതിലൊന്ന് ഭോഗം നടത്തും, മറ്റൊരുത്തൻ കണ്ടിരിക്കും. ജീവൻ ഭോഗിക്കും, സാക്ഷി കണ്ടിരിക്കും. ठीक എന്ന് പറഞ്ഞാൽ താതാത്മ്യം പ്രാപിച്ചവൻ ഭോഗവും നടത്തും, താതാത്മ്യം പ്രാപിക്കാതെ അനുസ്യൂതനായിരിക്കുന്നവൻ സാക്ഷിയായിട്ടിരിക്കും. അനശ്വൻ അന്യഹ, അതുകൊണ്ട് തന്നെ എന്ത് പറ്റി? ഈശ്വരൻ ജീവവിലക്ഷണനാണ് എന്നുള്ള യോഗമതം സിദ്ധിക്കപ്പെടും. ആത്മാനം അന്തരോ യമയതി ഇതി വാക്യാഭാസം ച ആശ്രിത്യ ഇതി വിഭാഗഃ. ആത്മാനം അന്തരോ യമയതി, യം ആത്മാനവേദ. അതായത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ജീവനെ നിയമനം നടത്താനായിട്ട് സർവാനുശ്ചിതനായിരിക്കുന്ന ഒരു ഈശ്വരൻ വേറെയുണ്ട്, അതുകൊണ്ട് ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്ന് ആർക്കും തോന്നിപ്പോകും. അതെടുത്തിട്ട് തന്നെയാണ് യോഗക്കാരും പറയുന്നത്, യോഗികളും പറയുന്നത് ഈശ്വരൻ ജീവനിൽ നിന്നും വിലക്ഷണനാണ്. ഇത് കേൾക്കാനും രസമല്ലേ? ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇതുവരെ ഇതല്ല കേട്ടോ, വേദത്തിലല്ല, നമ്മൾ ലോകത്തിൽ ആരെങ്കിലും ഗുരുക്കന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സിദ്ധാന്തം തന്നെ പലരും ദേവതയ്ക്ക് അപ്പുറം പോകത്തേയില്ല. ആധ്യാത്മികതയ്ക്ക് ഈ കാര്യത്തിൽ ദേവതയ്ക്ക് എന്ത് കാര്യം? അല്ല അല്ല, ദേവതയല്ലേ അല്ല ഉണ്ണിക്കുട്ട, ദേവത തന്നിൽ നിന്നും വിലക്ഷണനാണ്. ദേവത വേറൊരു ജീവനാണ്. ठीक പിതൃക്കന്മാരെ ഉപാസിക്കുന്ന ആൾക്കാരില്ലേ? ठीक സ്വന്തം പിതൃക്കന്മാരെന്ന് പറഞ്ഞാൽ അച്ഛൻ, അച്ചച്ചൻ, വല്യച്ഛൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഉപാസിക്കുകയാണ്. അവിടെ വല്യച്ഛനും വല്യച്ഛനൊക്കെയാണ് തന്റെ സ്വരൂപം? അല്ലല്ലോ. ഇതേപോലെ തന്നെ ദേവതാ ഉപാസകന്മാരുടെ സ്വരൂപം ദേവത എങ്ങനെയാവുന്നത്? അങ്ങനെയാണ് ഉപാസന സ്ഥലത്ത്, അഹഗ്ര ഉപാസന സ്ഥലത്ത് പ്രാണോപാസനയിൽ നിന്ന് ചാന്ദ്രോക്യത്തിൽ കാണായിരുന്നു പ്രാണദേവത ഞാനാണ്, ഹിരണ്യഗർഭൻ ഞാനാണെന്നുള്ള അഭിപ്രായത്തിലാണ് നിൽക്കുന്നത്. ഹിരണ്യഗർഭൻ വേറെ, ഞാൻ വേറെയാണ്. ഇവിടെ കാണുന്ന
ഭേദസ്ഥലത്ത് എല്ലാം ഭിന്ന ഭിന്ന വസ്തുക്കളാണ്. കേവലം അദ്വിതീയ ബ്രഹ്മസ്ഥലത്ത് മാത്രമേ ഏകത്വം കിട്ടത്തുള്ളൂ. അവിടെ നിൽക്കാതെ വേറെ എവിടെയും നിങ്ങൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ മഹതി വിനഷ്ടി. ഇത് അതുകൊണ്ട് പറയാണ് ഇവര് ബാക്കിയെല്ലാം വാക്യത്തിന്റെ ആഭാസം മാത്രമാണ്. ഇതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വാക്യങ്ങളല്ലായിരുന്നു. ഇതൊക്കെ അന്വയിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ ഇതെങ്ങോട്ടായിരുന്നു വേണ്ടത് എന്ന്. ഇപ്രകാരം മറ്റും മതങ്ങളുടെയും വേദാന്തിയുടെയും വിഭാഗം ചെയ്ത് കാണിച്ചതാണിത്. ദേഹാദിരനാത്മാ. ഇനി ഖണ്ഡനം തുടങ്ങുകയാണ്. ദേഹാദികൾ അനാത്മാക്കളാണ്. ദേഹം, ഇന്ദ്രിയം, മനസ്സ് ഇവയെല്ലാം അനാത്മാക്കളാണ്, ആത്മാക്കളല്ല. അതെന്തുകൊണ്ടാ? ഭൗതികം എന്ന് പറയുന്ന അർത്ഥം ഭൂതകാര്യം. മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ ഭൂതകാര്യങ്ങളാണോ? जी മനസ്സ് ഏത് ഭൂതത്തിന്റെ കാര്യ? പഞ്ചഭൂതം, സമഷ്ടി, സൂക്ഷ്മ, പഞ്ചഭൂതം. സമഷ്ടി പഞ്ചഭൂതങ്ങൾ ചേർന്ന് ഈ മനസ്സ് കിട്ടുമോ? സാത്വികാംശത്തിൽ നിന്ന് സാത്വികാംശം. നിറൽ എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ നോക്കിയാൽ അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളുടെ സമഷ്ടി സാത്വികാംശ കാര്യമാണ് മനസ്സ്. മനസ്സ്. അപ്പം ഭൗതികമാണിതല്ല. ദൃശ്യത്വാത്. ഹേതു എന്താ? ദൃശ്യത്വം. അപ്പൊ അനുമാന പ്രയോഗമാണ്. ദേഹാദിരനാത്മാ ഭൗതികത്വാത് ദൃശ്യത്വാത്. ഇപ്പൊ രണ്ട് ഹേതു വെച്ചു കൊടുത്താണ്. ഇവിടുത്തെ സാധ്യം എന്താ? അനാത്മ ഏ? അനാത്മ അനാത്മാ സാധ്യം. അനാത്മത്വം അനാത്മത്വം. അനാത്മത്വം ठीक അപ്പൊ വ്യാപ്തി എങ്ങനെ കിട്ടും? ആ, എത്ര എത്ര ഭൗതികത്വ ദൃശ്യത്വാത് തത്ര അനാത്മത്വം. എത്ര എത്ര ഭൗതികത്വം എത്ര എത്ര അനാത്മത്വം, എത്ര എത്ര ദൃശ്യത്വം എത്ര എത്ര അനാത്മത്വം, രണ്ട് ഹേതുക്കളാണ്. എത്ര എത്ര ഭൗതികത്വം, ഭൂതകാര്യത്വം. എവിടെയെല്ലാം ഭൂതകാര്യത്വം ഇരിക്കുമോ, ഭൗതികത്വം ഇരിക്കുമോ, അവിടെയെല്ലാം അനാത്മത്വം ഇരിക്കും. അതേപോലെ എവിടെയെല്ലാം ദൃശ്യത്വം ഇരിക്കുമോ, അവിടെയെല്ലാം അനാത്മത്വം ഇരിക്കും. ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം ദ്രഷ്ടാവിന്റെ വിഷയങ്ങളാണ്. ദ്രഷ്ടാവായിരിക്കുന്ന കേവലം നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വരൂപൻ മാത്രം മാറിയിരിക്കും. അവൻ വാസ്തവത്തിൽ ദ്രഷ്ടാവുമല്ല. പക്ഷെ അവനിൽ നിന്ന് വിലക്ഷണമായിട്ട് വേറെ ദ്രഷ്ടാവും ഇല്ല. അവൻ അവിദ്യാകാലത്ത് ദ്രഷ്ടാവായിട്ടിരിക്കുന്നു, പെരുമാറുന്നു മാത്രം. ठीक അന്നപ്പോൾ ദൃശ്യത്വാദ് ഇത്യാദി ന്യായഹി. ഇത്യാദി ന്യായങ്ങളാൽ എന്ത് സിദ്ധിക്കാം? പൂർവപക്ഷിയുടെ ന്യായങ്ങളെല്ലാം ആഭാസമായിരുന്നു സിദ്ധിക്കാം. കാരണം ഇത് സിദ്ധിക്കപ്പെടും. എത്ര എത്ര ഭൗതികത്വം എത്ര എത്ര അനാത്മത്വം. അപ്പൊ ദേഹാദികളിൽ ഭൗതികത്വം ഇരിക്കുന്നത് കൊണ്ട് അവയെല്ലാം അനാത്മാക്കളാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദേഹാദിരാത്മാ എന്ന് പറഞ്ഞിട്ട് അനുമാനം നടത്തിയത് എന്നാണ് ചോദ്യം. ആനന്ദമയോ അഭ്യാസാദിത്യാദി സൂത്രൈശ്ച ആഭാസത്വം വക്ഷതേ. ഇവിടെ ഇപ്പോൾ ആനന്ദമയോ അഭ്യാസാദ് എന്നുള്ള സ്ഥലം തുടങ്ങുന്നത് സിദ്ധാന്ത സൂത്രമായിട്ടല്ല. അത് ठीक കുറെ ഓടും എന്നിട്ട് തീരത്തുള്ളൂ. എവിടെ? ഈ മന്ത്രത്തിന്റെ, അതായത് ഈ മന്ത്രത്തിന്റെ ടീക്കയിൽ ആനന്ദമയൻ ജീവൻ എന്ന് പറയും. കുറച്ച് കഴിഞ്ഞാൽ പറയും ഈ ആനന്ദമയനൊന്നല്ല, ആനന്ദമയന്റെ അധിഷ്ഠാനമുണ്ട്, ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളത്. അവിടെ കൊണ്ടുവച്ചാണ് ഇത് അന്വയം വേണ്ടത്. ഈ സ്ഥലത്ത് ഒരുവിധ ആൾക്കാരൊക്കെ നട്ടം തിരിയുന്നുള്ള. കാരണം തുടക്കത്തിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല ഈ സൂത്രം പോകുന്ന സമയത്ത്. ठीक ബ്രഹ്മസൂത്രത്തിൽ തന്നെ നമ്മളിത് കൊണ്ടുപോയിട്ട് എത്രയാണ് 119 മറ്റോ തുടങ്ങുന്നത്, 128 പേജ് എത്തുമ്പോഴേ അതിൽ ഇത് നിങ്ങൾക്ക് സ്പഷ്ടമാകത്തുള്ളൂ ഇവിടെ എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്നുള്ളത്. ठीक ആനന്ദമായത് അധിഷ്ഠാനം ആരാണോ അവൻ പരമാത്മാവാകുന്നു. ബ്രഹ്മ അഭ്യാസാത് പുനഃകഥനം, പലവട്ടം കഥനം നടന്നതിനാൽ എന്നാണ് അന്വയിക്കുക. പക്ഷെ നേരിട്ട് കണ്ടാൽ ഇത് ആനന്ദമയൻ എന്തല്ല, ബ്രഹ്മസ്വരൂപല്ല. പക്ഷേ ആനന്ദമയത്തിന്റെ അധിഷ്ഠാനം ബ്രഹ്മസ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇത്യാദി സൂത്രൈശ്ച. അപ്പൊ സൂത്രവും പ്രമാണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആഭാസത്വം വക്ഷതേ. ഏതിൽ ആഭാസത്വം? പൂർവപക്ഷ അനുമാനത്തിൽ ആഭാസത്വം പറഞ്ഞിരിക്കുകയാണ്. നനു സന്തു വിപ്രതിപത്തയസ്തഥാപി യസ്യ യന്മതി ശ്രദ്ധ ആശ്രയണാത് തസ്യ സ്വാർത്ഥ സേസ്യതി കിം ബ്രഹ്മവിചാരാരംഭേണ ഇതി അതാഹ. ഇത് നമ്മുടെ എല്ലാവരും ജയിക്കുന്നല്ലേ. അവരവരുടെ മതത്തിൽ പോട്ടെ, നിങ്ങളൊക്കെ എന്താ തകരാറ്? അതുപോലെ ഇപ്പം ഹിന്ദുക്കളിലാണെങ്കിൽ പോലും പറയും നേര് പറഞ്ഞത് ശരിയല്ല, ആ ഗുരു പറഞ്ഞതും ഈ ഗുരു പറഞ്ഞത് ശരിയല്ലേ. അതേപോലെ തന്നെ മുസ്ലിങ്ങളും ചോദിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്തിനാണ് വെറുതെ എങ്കിലും ഞങ്ങൾ തെറി പറയുന്നത്? ആരെങ്കിലും ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചോട്ടെ എന്ന്. അതായത് നമ്മൾ യാത്രയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നേരം ആരിഫ് ഹുസൈനെതിരെ ഭയങ്കര പ്രശ്നമാണ്. ആരിഫ് ഹുസൈനെതിരെ അവർ പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും മതത്തിൽ വിശ്വസിച്ചോട്ടെ, ഇവനെന്തിനാണ് മതശുദ്ധീകരണം നടത്താനായിട്ട് ഇറങ്ങുന്നത്?
അത് തങ്ങളെ മതത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി മതമൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതാണ് മതം മാത്രം കൊണ്ടുവരുന്നതാണുള്ള വിഷയം. ഞാൻ സന്തു വിപ്രതിപത്തയസ്, വിരുദ്ധ പ്രതിപത്തി നിലനിൽന്നോട്ടെ. തഥാപി എന്നിരുന്നാലും യസ് എന്മതേ ശ്രദ്ധ ആർക്ക് ഏത് അഭിപ്രായത്തിലാണോ ശ്രദ്ധ, തത് ആശ്രയണാത് ആ ശ്രദ്ധയുള്ള മതത്തെ, ഇപ്പം സാങ്ക്യം യോഗം ഇവയൊക്കെ ആശ്രയിച്ചിട്ട് തന്നെ തസ്യ സ്വാർത്ഥ സ്യസ്യതി, സ്വാർത്ഥം എന്തായിരിക്കും? കൈവല്യം, പുരുഷാർത്ഥം സിദ്ധിക്കുമല്ലോ. കിം ബ്രഹ്മവിചാരംഭേണ, ഇപ്പം ബ്രഹ്മവിചാരം തന്നെ ആരംഭിക്കണം എന്ന് പ്രത്യേകിച്ച് എന്താ നിയമം? ഇതി ഇവിടം വരെ ചോദ്യം. അതാഹ, അതിന് ഉത്തരം പറയാണ് 44-ാം പേജിൽ അവസാന പങ്ക്തി മുതൽ 45-ലേക്ക് കയറുകയാണ്. തത്ര അവിചാര്യ യത്കിഞ്ചിത് പ്രതിപദ്യമാനോ നിശ്രേയസാത് പ്രതികന്യേത അനർത്ഥം ച യാത്. തത്ര അവിചാര്യ യത്കിഞ്ചിത്, വിചാരം നടത്താതെ, യത്കിഞ്ചിത് പ്രതിപദ്യമാനോ ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ പ്രാപിക്കുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് സാങ്ക്യ സിദ്ധാന്തത്തിനനുസരിച്ചോ യോഗസൂത്രത്തിനനുസരിച്ചോ കാര്യങ്ങളെ ഗ്രഹിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ മറ്റ് മതമായിരിക്കുന്ന വേദാന്താദി മതങ്ങളെ ഗ്രഹിക്കാതെ കേവലം സ്വമതത്തിൽ താല്പര്യം നിലനിർത്തിയിട്ട് അങ്ങനെ ഗ്രഹിക്കുകയാണെങ്കിൽ, നിശ്രേയസാത് പ്രതിഹന്യത, നിശ്രേയസം എന്നുള്ള കൈവല്യത്തിൽ നിന്നും ഹാനി സംഭവിക്കും, കൈവല്യം കിട്ടാതെ പോകും, ലക്ഷ്യമടയാതെ പോകും. മാത്രല്ല അനർത്ഥം ച യാത്, അനർത്ഥത്തെ യാത് ഗതൗ ഗച്ഛേത്, അനർത്ഥത്തെ പ്രാപിക്കുകയും ചെയ്യും. ഭാഷകാരൻ പറയാണ്, നിങ്ങൾ വേറൊരു മതത്തിലേക്ക് പോയെന്നാൽ സാങ്കേയോഗ സിദ്ധാന്തത്തിലേക്ക് കയറിയാൽ, ഇത് ഏത് മതത്തിനും ബാധിക്കുന്ന സാധനമാണ്. ഇത് കേട്ട ആൾക്കാർക്ക് കരുപ്പാണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പണിയെടുത്താൽ പറയും, ഞാൻ എന്ത് ചെയ്യാനാ? ടീക്കേ, ഇവരുടെ അഭിപ്രായം വേറെ ഏത് മതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാലും അനർത്ഥം പ്രാപിക്കും. കാരണം നിശ്രേയസം പ്രാപിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അദ്വൈത വേദാന്തം. കാരണം അത് രണ്ട് മതമേ വേദത്തിൽ അധിഷ്ഠിതമായിട്ട് സംസാരിക്കുന്നുള്ളൂ, പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും. അതിൽ ഉത്തരമീമാംസയെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ കൈവല്യം കിട്ടൂ എന്ന് ഉത്തരമീമാംസകന്മാരും പിന്നെ മറ്റു മതസ്ഥരും അവരവരുടെ മതത്തിനനുസരിച്ച് കൈവല്യം കൊടുക്കും. എന്തിന് ഗുരുക്കന്മാർ പോലും അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൈവല്യം കൊടുക്കാതിരിക്കുക? അന്നേരാണോ ശാസ്ത്രം? ടീക്ക നോക്ക്. ബ്രഹ്മാത്മൈക്യ ജ്ഞാനാദേവ മുക്തിരിതി വസ്തുഗതി. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാർക്ക് ഇഷ്ടമാവും, പക്ഷെ ടീക്കാകാരന് ഇഷ്ടമല്ല. എന്ത് ചെയ്യാനാ? അതാണ് പഠിച്ചത് എവിടുന്നാന്നുള്ള പ്രശ്നം വരുന്നത്. ബ്രഹ്മാത്മയ്ക്ക് ജ്ഞാനാദേവ മുക്തി എന്നാണ് വാസ്തവം എന്ന് പറയുന്നത്. ടീക്കേ, ഇത് മനസ്സിലാക്കണല്ലേ? കുറെ കാലം നടന്നെങ്കിൽ മാത്രമേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ മനസ്സിലാക്കുള്ളൂ. ഇവിടെ ഒരു ജഗത്തില്ല എങ്കിൽ പിന്നെ അധിഷ്ഠാന ബ്രഹ്മത്തിൽ കൽപ്പിതമാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അജ്ഞാനം നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ ഗതിയില്ല. അജ്ഞാനം വാസ്തവമായിരുന്നു എങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ വേറെ മതം ഏത് സ്വീകരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അജ്ഞാനം വാസ്തവമല്ലെന്നിരിക്കെ ഇവിടെ ഒരു ജഗത്തിരിക്കത്തില്ല. ജഗത്തില്ലെങ്കിൽ പിന്നെ അധിഷ്ഠാന ബ്രഹ്മമേ ഇരിക്കത്തുള്ളൂ. പിന്നെ അതെന്തുകൊണ്ടാണ് പ്രാപിക്കാത്തത്? അജ്ഞാനം ആവരണമായിട്ടിരിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്താൻ ഒറ്റ മാർഗമുള്ളൂ, അദ്വൈത വേദാന്തം. അതല്ലായിരുന്നെങ്കിൽ നിങ്ങളായിരുന്നു ശരി. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ മതവും ശരിയായേനെ. മതാന്തരാശ്രയണേ തഥഭാവാത് മോക്ഷാസിദ്ധി, അന്യമതത്തെ ആശ്രയിക്കുമ്പോൾ തഥഭാവാത് ഏതിന്റെ മുക്തി അഭാവാത്, തഥഭാവാത് മോക്ഷാസിദ്ധി, ജ്ഞാനാഭാവാത് അന്യമതത്തെ ആശ്രയിച്ചാൽ ബ്രഹ്മാത്മൈക്യ ജ്ഞാനം ഉണ്ടാവത്തില്ല എന്നുള്ളതിനാൽ തഥഭാവാത് എന്നുള്ളത് ബ്രഹ്മാത്മൈക്യ ജ്ഞാനാഭാവാത് മോക്ഷാസിദ്ധി, മോക്ഷം സിദ്ധിക്കത്തൂല എന്നർത്ഥം. കിഞ്ച ആത്മാനം അന്യഥാ മത്വാ തത് പാപേന സംസാരാന്ധകൂപേ പതേത്. കിഞ്ച മാത്രല്ല, ആത്മാനം അന്യഥാജ്ഞാത്വ, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാവിനെ ദേഹവിശിഷ്ടനായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും മനസ്സായിട്ടും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ, തത് പാപേന അത് തന്നെയാണ് പാപം. ടീക്കേ, അത് ഒരു ശ്ലോകം ഇനിയിപ്പം വരും, അപ്പം കൂടുതൽ സ്പഷ്ടമാവും. സംസാരമായിരിക്കുന്ന അന്ധകൂപത്തിൽ, ടീക്കേ, കൂപം കിണറില്ല, അന്ധകാരം നിറഞ്ഞ ഈ കിണറിൽ പതിക്കുകയുള്ളൂ. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതല്ലേ ഈശാവാസ്യൻ തുടക്കത്തിൽ, അതായത് 1-ാം ഉപനിഷത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അന്ധം തമ പ്രവിശന്തി ഏ വിദ്യാം ഉപാസതേ തതോ ഭൂയേവ തതമോ ഏവ സംഭൂതിയാം രഥാഃ ഏതു അവിദ്യായാം രഥാഃ ഏതു വിദ്യായാം രഥാഃ. അന്ധം തമ പ്രവിശന്തി ഏ വിദ്യാം ഉപാസതേ തതോ ഭൂയ ഏവ തതമോ ഏവ തു അവിദ്യായാം രഥാഃ. ഇങ്ങനെ അന്ധമായിരിക്കുന്ന തമസിനെ പ്രാപിക്കും. ആര്? അവിടെ പറയുന്നത് ആരാണോ ഉപാസനയെ ചെയ്യുന്നത് പോലും, ടീക്കേ, വിദ്യ ഉപാസന എന്നർത്ഥം. ഉപാസകൻ പോലും ജന്മമരണത്തെ പ്രാപിക്കും എന്നുള്ളത് കൊണ്ടാണ് അന്ധകാരത്തെ പ്രാപിക്കും എന്ന് പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ തമസിനായിരിക്കും
അല്ല, ആദ്യം പറയുന്നത് ഈ അവിദ്യായമൃത. കർമ്മികൾ അന്ധകാരമായിരിക്കുന്ന ലോകത്തെ പ്രാപിക്കും, ഉപാസകൻ അതിനേക്കാൾ അന്ധകാരത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞ പ്രശ്നം അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധി ഉള്ളത് കൊണ്ട് കിട്ടിയ ജന്മത്തിൽ ആനന്ദിച്ച് പിന്നെയും ബ്രഹ്മാത്മപ്രാപ്തിയിൽ നിന്ന് ദൂരത്തായി പോകും എന്നുള്ള അർത്ഥത്തിലാണത്. ആത്മഹനോ ജനാഹ, ആരാണോ ആത്മഹനന്മാരായിരിക്കുന്ന ജനങ്ങൾ. ഈ ആത്മഹനനത്തിന്റെ അർത്ഥം എന്താ? ബ്രഹ്മാകാര വൃത്തിയുടെ അഭാവമാണ് ആത്മഹരണം. ठीक है. അപ്പൊ ബ്രഹ്മാകാര വൃത്തി ഇല്ല എങ്കിൽ എന്ത് പറ്റും? അന്ധകാരമായിരിക്കുന്ന ലോകത്തെ പ്രാപിക്കും. അപ്പൊ ഇനി പറഞ്ഞ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാർഗം ശരിയാണോ? അവരവരുടെ മാർഗം അവരവർക്ക് ശരിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായമാണ് ഗുരുക്കന്മാർക്കും ലോകത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും. അതിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്ന ചില ആൾക്കാരേ ഉള്ളൂ ഗുരുക്കന്മാരെ എതിരിടാനായിട്ട് നിൽക്കത്തുള്ളൂ. ബാക്കി എല്ലാവരും പഠിപ്പിക്കുന്നവരെ സമരസപ്പെടുത്തേ ഉള്ളൂ. കാരണം തനിക്കതിന് നിശ്ചയം വന്നിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പം പിന്നെ അവർ ശരിയാണെങ്കിലോ, പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ഇനി ദൈവങ്ങളാനും ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ പോലെ നമുക്കറിയത്തില്ലല്ലോ. ഇനി ഞാൻ ഇവർ പറഞ്ഞ ശരിയാണെങ്കിലോ അതെപ്പോഴേ വരത്തുള്ളൂ. നമ്മൾ ഈ പഠിച്ച കാര്യത്തിൽ നമ്മൾക്ക് തന്നെ വിശ്വാസം ഇല്ലാതെ പോകുമ്പോഴാണ് ഇനി എങ്ങാനും അവർ പറഞ്ഞ ശരിയായാലോ എന്ന് മുട്ടുപറക്കത്തുള്ളൂ. ഇതൊരു പേടി എന്നൊരു പ്രശ്നമുണ്ട് മനുഷ്യന്മാരിത്. അത് നമ്മൾ ചോക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെന്നും ठीक പലപ്പോഴും നമ്മൾ ഭയപ്പെടും എങ്ങനെ ആദ്യകാലം തൊട്ട് എങ്ങനെ കട്ട് ചെയ്ത് കയറണം. പിന്നെ നമ്മൾക്ക് അതിന്റെ ബാക്കി തട്ടം കിട്ടിക്കഴിഞ്ഞാൽ വേച്ചടിച്ച് പൊറോട്ട അടിക്കുന്ന പോലെ അടിച്ചു കളയും. കാരണം പിന്നെ നമ്മൾക്ക് ശക്തി കൂടുതലാണ്. ഇവര് നോക്കിക്കൊള്ളുകയല്ലാണ്. കാരണം ഇവരുടെ അടുത്ത് ഒരു സാധനമില്ല. ഇവര് PR വർക്ക് നടത്തിയിട്ടും ശിഷ്യന്മാര് വെച്ചിട്ടും തകർക്കുന്നതല്ലേ. ठीक അതിനെ പൂട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് അറിയാലോ പൂട്ടപ്പെടും എന്നുള്ളത്. ഇവരെ കുഞ്ഞുങ്ങൾക്ക് അറിയാലോ, മിണ്ടത്തില്ലല്ലോ. ठीक നമ്മളാണ് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ മനസ്സിനെ നമ്മളെ ഇഞ്ചക്ട് ചെയ്ത് വിട്ട കുറെ സാധനങ്ങളുണ്ട് ചെറുപ്പത്തിൽ. അതൊന്നും മാറ്റി വെക്കാതെ അദ്വൈത വേദാന്തം ഇത് നിങ്ങളെ ഹിന്ദുക്കളെ സാധനമാണോ സാധനം? ഹിന്ദുക്കൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ എന്ന് പറ. അമ്പലപ്പറമ്പിൽ ഈ സാധനം ഉണ്ടോ? അമ്പലത്തിലുണ്ടോ? പറ. ഏത് ജാതിക്ക് ഏത് മതത്തിന് പറഞ്ഞ സാധനമാണ് അദ്വൈത വേദാന്തം? ആർക്കില്ല. ആർക്ക് വേണ്ടിയിരുന്നു? ശങ്കരനെ കല്ലെറിഞ്ഞ ആൾക്കാരല്ലേ നിങ്ങൾ കേരളക്കാര്. എന്തുകൊണ്ടാ? ഞങ്ങളുടെ ജീവിതം മുട്ടുന്നുള്ളത് കൊണ്ടാ. അതെന്താ? ഇവിടെ ദേവത എടുത്തിട്ട് പഞ്ഞി കിട്ടിയിരിക്കുകയാണ്. ദേവതാകാന്ഡം പറഞ്ഞ് ജീവിച്ചു പോയ ആൾക്കാർക്ക് ദേവതയെ പഞ്ഞി കിട്ടാൻ പിടിക്കുവോ? ഇല്ല. ठीक അപ്പൊ ഇതൊക്കെ സൊസൈറ്റിയിലേക്ക് കയറി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല. കാരണം ഇവിടെ പല പ്രശ്നങ്ങളും വേറെ രീതിയിലാണ് ഇത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ വേദാന്തമായിട്ട് പോകുന്നത്. ആർക്ക് വേണം നിങ്ങളെ മണ്ണാങ്കട്ട വേദാന്തം? ആർക്കും വേണ്ട ഇവിടെ. ठीक നിങ്ങളെപ്പോലെ കുറച്ച് പേര് എവിടെ വഴിതെറ്റി വന്നല്ലാണ്ട് ഇത് ആർക്കും വേണ്ട സാധനം. ആശ്രമത്തിൽ എത്ര പേര് പഠിക്കുന്നുണ്ട്? എത്ര സന്യാസിമാർക്ക് വേദാന്തം അറിയാം? സന്യാസി ശ്രവണ കുര്യാതെന്നല്ലേ വിധി. പിന്നെ ഇതെന്ത് മറന്നുപോയി? എന്തുകൊണ്ട് നാട്ടിനെ സേവിക്കുകയാണ് ബ്രഹ്മവിദ്യ എന്നും പറഞ്ഞിട്ട് വിവേകാനന്ദം വന്നത്? ഇതൊക്കെ ശരി നടപടിയാണോ? നമ്മൾ പറഞ്ഞ നമ്മളെ കാലിക്ക് കയറുക എന്നല്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ആര് പറഞ്ഞതായിരുന്നു ശരി എന്നുള്ളത്? ഈ അന്യഥാ സന്തമാത്മാനം അന്യഥാ പ്രതിബദ്ധത അല്ലേ? മുന്നോട്ടല്ലേ വേണ്ടത്? ഇതാണ് ശ്ലോകമാണ് ഇത്. ഈ അന്യഥാ സന്തമാത്മാനം അന്യഥാ പ്രതിപദ്ധ്യത കിം തേന കൃതം പാപം ചോരേണാത്മാപഹാരിണ. കിം തേന കൃതം പാപം, എന്ത് പാപമാണ് അവൻ ചെയ്യാത്തത്? ചൗരേണ എന്ന് പറയുന്ന ദേഹാദികളിലെ ആത്മബുദ്ധിയാണ് അവന്റെ ചൗരകർമ്മം എന്ന് പറയുന്ന കളവാണ്. ഈ ആരാണോ അന്യഥാ സന്തമാത്മാനം അന്യഥാ പ്രതിബദ്ധത, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന ആത്മാവിനെ സുഖി ദുഃഖി ശരീര സംബന്ധമായിക്കൊണ്ട് ആരാണോ അറിയുന്നത്, അവൻ എന്ത് പാപമാണ് ചെയ്യാത്തത്? അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവൻ ആത്മാവിനെ അറിഞ്ഞിട്ടില്ലാത്തവനാകുന്നു. ആത്മാവിന് അപഹാരം നടത്തിയവനാണ് അവൻ. ചൗരേണ, ചോരകർമ്മത്താൽ. ഇതെന്താണ്? ആത്മാവിന്റെ അപഹരണം നടത്തി എന്ന് പറഞ്ഞ ആത്മാവിനെ അറിഞ്ഞില്ല. ഇതിനേക്കാൾ വലിയ പാപം എന്താണുള്ളത്? ഇത് വചനാച്ചൈത്യർത്ഥ ആയതുകൊണ്ട് ആത്മസ്വരൂപത്തെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥ കർത്തവ്യം. അല്ലാതെ വിരലിൽ നിൽക്കിയ തലകുത്തി നിൽക്കിയ പരിപാടികളല്ല. അതഹ സർവേഷാം മുമുക്ഷൂണാം നിശ്രേയസ ലാഭ ഫലായ വേദാന്ത വിചാര കർത്തവ്യതി. അതുകൊണ്ട് സർവേഷാം മുമുക്ഷൂണാം എല്ലാ മുമുക്ഷുക്കൾക്കും കർത്തവ്യം എന്തായാലും നിശ്രേയസ ഫലത്തിനായിട്ട് വേദാന്ത വിചാര കർത്തവ്യ, വേദാന്ത വിചാരമാണ് ചെയ്യേണ്ടത്. ഇതി സൂത്രാർത്ഥം ഉപസംഹരതി. സൂത്രത്തിന്റെ അർത്ഥത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഭാഷ്യം കണ്ടോ? തസ്മാത് ബ്രഹ്മജിജ്ഞാസ ഉപന്യാസമുഖേന ബ്രഹ്മജിജ്ഞാസോപന്യാസമുഖേന വേദാന്തവാക്യമീമാംസ തദ് വിരോധി തർക്കോപകരണ നിശ്രേയസ പ്രയോജന പ്രസ്തൂയതേ. അതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ഉപന്യാസമുഖേന ഇവിടെ തുടങ്ങുന്നത് അഥാതു ബ്രഹ്മജിജ്ഞാസ എന്നുള്ളത് ബ്രഹ്മവിഷയക ജിജ്ഞാസയെ ആദ്യം പറഞ്ഞുകൊണ്ട് കഥനേന മുഖേന എന്നുള്ളത് കഥനേന ബ്രഹ്മജിജ്ഞാസ കഥനത്തിലൂടെ എന്താണ് അവതരിപ്പിക്കുന്നത്? വേദാന്ത വാക്യമീമാംസ. ठीक
വേദാന്ത വാക്യങ്ങൾ എന്താണ്? വേദാന്തം, വേദത്തിന്റെ അന്തം, വേദത്തിന്റെ നിശ്ചയം. വേദത്തിന്റെ നിശ്ചയം എവിടെയാ? അദ്വിതീയ ബ്രഹ്മവസ്തുല. അങ്ങനെ ഇരിക്കുന്ന വേദാന്ത വാക്യങ്ങളുടെ പൂജിത വിചാരമാണ് മീമാംസ എന്നുള്ളത്. അതായത് ജിജ്ഞാസ കർത്തവ്യ എന്ന് പറഞ്ഞു അല്ലേ? അപ്പം ബ്രഹ്മജിജ്ഞാസായ പറഞ്ഞിട്ട് അവിടെ എന്താ ചെയ്തത്? ബ്രഹ്മവിചാര കർത്തവ്യ എന്നാണ്. ബ്രഹ്മജ്ഞാനാർത്ഥം, അപരോക്ഷ ജ്ഞാനാർത്ഥം ബ്രഹ്മവിചാരം ചെയ്യണം. ബ്രഹ്മവിചാരം എവിടെയാ ചെയ്യുക? ബ്രഹ്മത്തെ വിചാരം നടത്തുന്നത് എങ്ങനെയാ? ബ്രഹ്മസംബന്ധിയായിരിക്കുന്ന വാക്യശ്രവണം, യുക്തി, അതേപോലെ നിധിധ്യാസനം. ഇതാണല്ലോ വിചാരം. അപ്പോൾ ആദ്യത്തെ പടി വെക്കുകയാണ് വേദാന്ത വാക്യ മീമാംസ. വേദാന്ത വാക്യത്തിന്റെ വിചാരം, വേദാന്ത വാക്യത്തിന്റെ ശ്രവണം. ശ്രവണം എന്ന് പറയുന്ന അർത്ഥം ഉദ്ദേശിച്ചത് ആ വാക്യത്തെ പരിശോധിച്ച് തീർക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് മീമാംസ എന്ന് പറഞ്ഞത്. പൂജിത വിചാരം അവിടെ നടക്കുന്നുണ്ട്. തത് അവിരോധി തർക്കോപകരണ. വേദാന്തത്തിന് വിരോധിയായിരിക്കുന്ന തർക്കത്തെ കൊണ്ടുവരരുത്. തർക്കാപ്രതിഷ്ഠാനാതെന്ന് ബ്രഹ്മസൂത്രമുണ്ട്. ഇത് എടുത്തിട്ട് ഗുരുക്കന്മാർ പറയും ആദ്യമേ പറഞ്ഞിട്ടില്ലേ, ബുദ്ധി കൊണ്ട് കിട്ടത്തില്ല. അവിടെ മണ്ടന്മാരെ, മണ്ടത്തികൾ, ഇതിന് വേണ്ടി നല്ല സാധനം പറഞ്ഞത്. തത് അവിരോധി തർക്കോപകരണ എന്ന് ഭാഷകാരൻ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വേദാന്ത പ്രതിപാദ്യ വസ്തുവിന് വിരോധമില്ലാത്ത തർക്കം ഉപകരണമായിരിക്കുന്ന വാക്യവിചാരമാണ് നടത്തുന്നത്. ഇപ്പൊ തർക്കമുണ്ട്, വാക്യവിചാരമുണ്ട്. മനസ്സിലായോ? അപ്പം ബുദ്ധിയുടെ വീട്ടത്തിൽ തർക്കം പാടില്ല എന്നല്ല, വെറും തർക്കം പാടില്ല, സത്തർക്കം പാടുണ്ട് എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. സത്തർക്കം പാടുണ്ട്. അതുകൊണ്ടാണ് തത് അവിരോധി എന്ന് പറഞ്ഞത്. വേദാന്ത പ്രതിപാദ്യ വസ്തുവായിട്ട് വിരോധം നേരിടാത്ത തർക്കം ഉപകരണമായിട്ട്, എന്ന് പറഞ്ഞാൽ സഹകാരി കാരണമായിട്ടിരിക്കുന്നേ വാക്യവിചാരം. വാക്യമാണ് വിചാരം നടത്തേണ്ടത്. ഇവിടുത്തെ തർക്കമൊക്കെ വളരെ ചെറിയ തർക്കമേ ഉള്ളൂ. നൈയായികന്റെ പ്രയോഗമൊന്നും ഇവിടെ ഇല്ല. ठीक है. ഏകേന നഖ നികൃന്ദനേന സർവം കാഷ്ണായസം വിജ്ഞാതം സ്യാത്. ठीक है. ഏകം സുവർണകണ്ഠേന, ഒരു സുവർണകണ്ഠം കൊണ്ട് സകല സുവർണ കാര്യങ്ങളും അറിയുന്നത് പോലെ, ഒരു മൃത്ത് കൊണ്ട് സകല ഘടശരാവാദികൾ അറിയുന്നത് പോലെ, ഏക നഖം വെട്ടിക്കൊണ്ട് സകല ഇരുമ്പിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന വസ്തുക്കൾ അറിയപ്പെടുന്നത് പോലെ ഏകനായിരിക്കും. അതെന്തുകൊണ്ടാ? ഇവിടെയെല്ലാം അനേക ദൃഷ്ടാന്തം കൊടുത്തിരിക്കുകയാണ്. ഒറ്റ കാരണം അല്ലത്, പല കാരണങ്ങളിൽ നിന്നാണ്. പക്ഷേ കാര്യങ്ങളെല്ലാം ആ കാരണത്തിൻ്റെത് മാത്രമായിരിക്കും. പക്ഷെ ഇനി കൊണ്ടുവന്നത് ഏകനായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന്, ചേതനായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് ജഡചേതനങ്ങളായിരിക്കുന്ന ജഗത്തിന്റെ ഉത്പത്തി ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് യുക്തിയുള്ളൂ. അല്ലാതെ നൈയായികൻ പറയുന്നത് പോലെ വലിയ കീച്ചു കീച്ചത്തില്ല. എന്നിട്ടോ നിശ്രേയസ പ്രയോജനമാ. ഇതിന്റെ ഫലം എന്തായിരിക്കും? നിശ്രേയസം എന്ന് പറയാം, മോക്ഷം. നിശ്രേയസം പ്രയോജനം യസ്യാ മീമാംസായ സാ മീമാംസ നിശ്രേയസ പ്രയോജന. അപ്പൊ എന്ത് പറ്റി? മോക്ഷം കൊടുക്കുന്നതും തർക്കം സഹകാര്യ കാരണവുമായിരിക്കുന്ന വേദാന്ത മീമാംസ ആരംഭിക്കുകയാണ് ബ്രഹ്മജിജ്ഞാസ കഥനത്തിലൂടെ. ഓക്കെ, കിട്ടിയേക്ക് നമുക്ക്. ബന്ധസ്യ അധ്യസ്ഥത്വേന വേദാദി സദ്ഭാവാദ് വിഷയാദി സദ്ഭാവാദ് അഗതാർത്ഥത്വാദ് അധികാരി ലാഭാദ് ആപാദസിദ്ധ്യ വിഷയാദി സംഭവാച്ച വേദാന്ത വിഷയാ മീമാംസ പൂജിത വിചാരണ. ബന്ധസ്യ അധ്യസ്ഥത്വേന, ബന്ധം അധ്യസ്ഥമാണ്. ബന്ധം അധ്യസ്ഥമാണെങ്കിലും എന്തായിരിക്കും വാസ്തവം? ഐക്യം വാസ്തവമായി മാറും. ജീവേശ്വരന്മാർ തമ്മിലുള്ള ഭേദം അത് വരുമ്പോഴാണല്ലോ സംസാരമായിരിക്കുന്ന ബന്ധം ജീവന് കിട്ടത്തുള്ളൂ. പക്ഷെ ഈ സംസാര ബന്ധനം ജീവനിൽ അധ്യസ്ഥമായ സ്ഥിതിക്ക് ജീവൻ പാരമാർത്ഥികമായിട്ട് ആരായിരിക്കും? ബ്രഹ്മസ്വരൂപമായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ജീവബ്രഹ്മ ഐക്യം കിട്ടുമോ? കിട്ടും. അപ്പൊ നിങ്ങളുടെ വിഷയം സിദ്ധിക്കപ്പെട്ടു. ഓക്കെ, ഒന്നാം വർണ്ണകത്തിലൂടെ നിങ്ങൾ എന്ത് സിദ്ധിച്ചു? ബന്ധം അധ്യസ്ഥമാണ് സിദ്ധിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? വിഷയാദികളുടെ സദ്ഭാവം കിട്ടി. വിഷയം അധികാരി പ്രയോജനം. പിന്നെന്താ ഉള്ളത്? അഗതാർത്ഥത്വാത്. ഇവിടെ പറയാൻ പോകുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തെ മറ്റു പൂർവ്വമീമാംസാദി ഗ്രന്ഥങ്ങളിലൂടെ നിരൂപണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഗതാർത്ഥമല്ല. ഗതഃ നിശ്ചിതാർത്ഥോ യസ്യ സ ഗതാർത്ഥഃ. ഈ ഇവിടെ പറയുന്ന കാര്യം മുമ്പേ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഗതാർത്ഥമായേനെ. അങ്ങനെയല്ല എന്നുള്ളത് കൊണ്ട് എന്തായി? അഗതാർത്ഥമായി. അഗതാർത്ഥം എന്ന് പറഞ്ഞാൽ അജ്ഞാതാർത്ഥം. അജ്ഞാതാർത്ഥ ജ്ഞാപകങ്ങളായിക്കൊണ്ട് മാത്രമേ വേദം പ്രമാണമാകത്തുള്ളൂ. ഇനി എന്താ? അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ വിഷയാദിലാഭ അഗതാർത്ഥത്വാത് അധികാരി ലാഭാത്. ഗതാർത്ഥമല്ല,
എന്നുള്ളതിനാൽ, പൂർവമീമാംസയിൽ ഇവ പറയപ്പെട്ടിട്ടില്ല എന്നുള്ളതിനാൽ ഇവിടെ പറയുന്നത് കൊണ്ട് ഇവിടെ നമ്മൾക്ക് വേറൊരു അധികാരിയെ കിട്ടും. ആരായിരിക്കും? മുമുക്ഷു ആയിരിക്കുന്ന അധികാരിയെ കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞു. ടീക്കേ അഗതാർത്ഥത്വാത് അധികാരി ലാഭാത് ആപാദ പ്രസിദ്ധ്യ 1 2 3 4 വർണ്ണകത്തിലൂടെ 4 കിട്ടണം. ബന്ധം അധ്യാസമാണെന്നുള്ളത് 1-ാം വർണ്ണത്തിൽ സിദ്ധിച്ചു. ടീക്കേ വിഷയാദി സദ്ഭാവാത് അഗതാർത്ഥത്വാത് ഇത് രണ്ടും നിങ്ങൾ 2-ാം വർണ്ണകത്തിലൂടെ സിദ്ധിക്കുകയാണ്. വിഷയാദി സിദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ 1-ാമത്തെ വർണ്ണകത്തിൽ നിന്ന് തന്നെ കിട്ടും വിഷയാദികള്. ടീക്കേ പക്ഷെ ഇവര് ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ വിഷയാദി സദ്ഭാവാത് അഗതാർത്ഥത്വാത് ഓരോന്നായിട്ട് പിടിച്ചു. ബന്ധസ്യ അധ്യസ്ഥത്വേന ഈ ബന്ധം അധ്യസ്ഥമാണെന്നുള്ളത് നിങ്ങളുടെ 1-ാം വർണ്ണകത്തിൽ വിഷയമാണ്. ബന്ധം അധ്യസ്ഥമായതുകൊണ്ട് തന്നെ ഐക്യം എന്നുള്ള വിഷയം സിദ്ധിക്കപ്പെടും. വിഷയാദി സദ്ഭാവാത്. പിന്നീട് അഗതാർത്ഥത്വം കിട്ടുന്നതാണ് നിങ്ങൾ 2-ാമത്തെ വർണ്ണകത്തിലൂടെ പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പൂർവമീമാംസയിലൂടെ പറയപ്പെട്ടിട്ടില്ല, അതിനാൽ ഇത് ഗതാർത്ഥമല്ല. പിന്നെയോ അഗതാർത്ഥമായി. ഇതാണ് 2-ാം വർണ്ണകത്തിന്റെ വിഷയം, അഗതാർത്ഥത്വം. അപ്പൊ അഗതാർത്ഥത്വം കിട്ടുമ്പോൾ മാത്രമേ വാക്യം പ്രമാണമാക്കുള്ളൂ, ഇല്ലെങ്കിൽ വാക്യം അനുവാദമായി പോകും. മനസ്സിലാവുന്നുണ്ടോ? വാക്യം അനുവാദകമാവാതിരിക്കണമെങ്കിൽ അജ്ഞാതമായിരിക്കുന്ന അർത്ഥത്തെ പറയണം. നമ്മളോട് ഒരാള് നമ്മൾക്ക് അറിയുന്ന കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയാ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അറിയാത്ത കാര്യം പറയുമ്പോൾ മാത്രമേ അതിൽ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പം വേദത്തിലും ശ്രദ്ധ വേണമെങ്കിൽ അജ്ഞാതമായിരിക്കുന്ന കാര്യത്തെ പറയണം. അപ്പോൾ മാത്രമേ അജ്ഞാത എന്ന് പറയല് വാക്യത്തിൽ ഒരു അനധികത അബാധിതാർത്ഥ വിഷയകത്വന പ്രാമാണ്യത. ബാധയെ നേരിടാൻ പാടില്ല എന്ന് പറയാൻ പറയപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ അഭാവം നിശ്ചയിക്കാനും പാടില്ല. അറിഞ്ഞ കാര്യവും പറയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്ന കാര്യത്തെ പറയുമ്പോൾ മാത്രമേ വാക്യം പ്രമാണമാകത്തുള്ളൂ. അപ്പോൾ എന്താ അഗതാർത്ഥത്വം എന്നുള്ളത് 2-ാമത്തെ വർണ്ണകത്തിലൂടെ കിട്ടി. അധികാരി ലാഭാത് അധികാരിയുടെ ലാഭം, അധികാരി ഉണ്ട് എന്ന് നിങ്ങൾ സിദ്ധിക്കുന്ന 3-ാം വർണ്ണകത്തിലൂടെയാണ്. പിന്നെ ഇതുള്ളത് ആപാദ പ്രസിദ്ധിയ. ഇതാണ് നമ്മൾ അവസാനം വന്നത്. ബ്രഹ്മവസ്തു പ്രസിദ്ധമാണോ അല്ലയോ? പ്രസിദ്ധമല്ലെങ്കിലും പ്രസിദ്ധമാണെങ്കിലും വിചാരം ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു പൂർവപക്ഷിയുടെ അഭിപ്രായം. പക്ഷെ സിദ്ധാന്തി പറയും പ്രസിദ്ധിയാണ്, പക്ഷെ ആപാദ പ്രസിദ്ധിയാണ്, നിശ്ചയം നടന്നിട്ടില്ല, വിചാരം വിനാ ഉള്ള പ്രസിദ്ധി മാത്രമാണ്. അതുകൊണ്ട് എന്ത് പറ്റും? വിചാരം ചെയ്യാൻ പറ്റും. ഇപ്രകാരം വിഷയാദി സദ്ഭാവാച്ച വിഷയം അധികാരി സംബന്ധ പ്രയോജനങ്ങളുടെ സിദ്ധി നടക്കുന്നതിനാൽ വേദാന്ത വേദാന്തത്തെ വിഷയീകരിക്കുന്നേ വിചാരണ അർത്ഥമാണ്. അതേതാ? മീമാംസയുടെ അർത്ഥം എന്താണ്? പൂജിത വിചാരണ. പൂജിത വേറെ, വിചാരണ വേറെ അല്ല കേട്ടോ. മീമാംസയുടെ അർത്ഥമാണ് പൂജിത വിചാരണ. അപ്പോൾ വേദാന്തത്തെ വിഷയീകരിക്കുന്ന മീമാംസ എന്ന് പറയുന്ന വേദാന്ത വാക്യങ്ങളെ വിഷയീകരിക്കുന്ന വിചാര ആരഭ്യത എന്ന അവസാനത്തെ പങ്ക്തിയായിട്ട് കൂടി ചേർത്തോളണം. അതിനിടയിൽ എന്താ പറയുന്നത്? വേദാന്ത അവിരോധിനോ യേ തർക്കാസ് വേദാന്തമായിട്ട് വിരോധമില്ലാത്ത ഏതെല്ലാം തർക്കങ്ങളുണ്ടോ? എവിടെ? തന്ത്രാന്തരസ്ഥാഹ തന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം എന്നാണ്. തന്ത്രാന്തരം ശാസ്ത്രാന്തരം. അന്യശാസ്ത്രത്തിലിരിക്കുന്ന യുക്തികളും താനി ഉപകരണാനി അങ്ങനെ ഇരിക്കുന്ന യുക്തികളെല്ലാം ഉപകരണങ്ങളായിരിക്കുന്നത്, സഹകാരി കാരണങ്ങളായിരിക്കുന്നത് കസ്യാഹ മീമാംസയാഹ യാതൊരു പൂജിത വിചാരമായിരിക്കുന്ന മീമാംസയുടേതാണോ? ഏത്? വേദാന്ത വിചാരത്തിൻ്റെതാണോ? വേദാന്ത വാക്യ വിചാരത്തിൻ്റെതാണോ? സാ നിശ്രേയസായ ആരഭ്യത ഇത്യർത്ഥ. സ ആരഭ്യത ആ പൂജിത വിചാരം ആരംഭിക്കുകയാണ്. എന്തിനു വേണ്ടി? നിശ്രേയസത്തിന് വേണ്ടി, കൈവല്യത്തിന് വേണ്ടി നടത്തും. നനു സൂത്രേ വിചാരവാചി പദാഭാവാത് ആരംഭ കഥം സൂത്രാർത്ഥ ഇതി അതാഹ. സൂത്രത്തില് വാചി പദമില്ല, വിചാരവാചി പദഭാവാത്. സൂത്രത്തിൽ അങ്ങനത്തെ പദമുണ്ടോ? അതാത് ബ്രഹ്മജിജ്ഞാസാന്ന് വിചാരത്തെ പറയാനുള്ള ഒരു പദം അവിടെ ഇല്ല. ആ സ്ഥിതിക്ക് ആരംഭകഥം വിചാരത്തിന്റെ ആരംഭം എങ്ങനെ പറയാൻ പറ്റും? കഥ സൂത്രാർത്ഥം എങ്ങനെയാണ് വിചാരത്തിന്റെ ആരംഭമായി മാറുന്നത്? കാരണം വിചാരപദം ഇല്ലല്ലോ അവിടെ. ഇതി അതാഹ അതിന് ഉത്തരം പറഞ്ഞതാണ് എന്ത്? തസ്മാതിന് ശേഷം കാണുന്ന ബ്രഹ്മപദമാണ് ഇത്. ബ്രഹ്മ ജിജ്ഞാസ ഉപന്യാസ മുഖേന ബ്രഹ്മജിജ്ഞാസയെ എടുത്തും വെച്ചിട്ട് നമ്മൾ വേദാന്ത വിചാരത്തെ അവതരിപ്പിക്കുകയാണ്. കാരണം ആ വിചാരം നടക്കണമെങ്കിൽ വാക്യത്തിന്റെ അന്വയം ചെയ്യുമ്പോഴാണ് വിചാരം നടക്കത്തുള്ളൂ. അല്ലാതെ വാക്യസംബന്ധി അല്ലാത്ത എങ്ങനെയാണ് ബ്രഹ്മവിചാരം നടക്കുക? അതുകൊണ്ട് മീമാംസയെ അവതരിപ്പിച്ചിട്ട് ബാക്കി വിചാരം സമ്പന്നമായി മാറും. ടീക്കയില്
ബ്രഹ്മജ്ഞാന ഇച്ഛാ ഉക്തിദ്വാര വിചാരം ലക്ഷയിത്വാ തത് കർത്തവ്യതാം ബ്രവീതീതി ഭാവഃ. ബ്രഹ്മജ്ഞാന ഇച്ഛാ ഉക്തിദ്വാര, ഇവിടെ ബ്രഹ്മജിജ്ഞാസ എന്നുള്ള സ്ഥലത്ത് ബ്രഹ്മജ്ഞാനത്തിലുള്ള ഇച്ഛയാണുള്ള ജിജ്ഞാസ. ഈ ഇച്ഛാ കഥനത്തിലൂടെ, ഇച്ഛാ ഉക്തിദ്വാര, ഇച്ഛയുടെ ലക്ഷണം എവിടെയാ ചെയ്തത്? സൻപദവാച്യമായിരിക്കുന്ന ഇച്ഛയുടെ ലക്ഷണം വിചാരത്തിൽ ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് വിചാര ലക്ഷ്യത്വ. ഇച്ഛയുടെ കഥനത്തിലൂടെ വിചാരത്തെ ലക്ഷീകരിച്ചിട്ട് തത് കർത്തവ്യതാം ബ്രവീതി, താദൃശ വിചാര കർത്തവ്യതയാണ് പറയുന്നത്. കാരണം ബ്രഹ്മജിജ്ഞാസ എന്നുള്ള സ്ഥലത്ത് സൻ പ്രത്യയത്തിന്റെ അർത്ഥമായിരിക്കുന്ന ഇച്ഛാർത്ഥത്തിൽ വന്നിരിക്കുന്ന സൻ പ്രത്യയമാണ്. ആ ഇച്ഛയെ നമ്മൾ ലക്ഷണം ചെയ്താണ് വിചാരത്തില്. ആ വിചാരത്തിന്റെ കർത്തവ്യതയാണ് ശരിക്ക് ബ്രഹ്മജിജ്ഞാസ സ്ഥലത്ത് പറയുന്നത്. അങ്ങനെ അന്വയിച്ചേ പറ്റത്തുള്ളൂ. കാരണം ജ്ഞാനത്തിൽ വിധിയില്ല. ठीक एवं प्रथमसूत्रस्य चत्वारो अर्थो വ്യാഖ്യാനചതുഷ്ടയേന ദർശിതാഃ. പ്രഥമസൂത്രത്തില് 4 ചത്വാരോ അർത്ഥാഹ, 4 അർത്ഥം ഉണ്ടായിരുന്നു. അത് നമ്മൾ എങ്ങനെ കാണിച്ചിട്ടുണ്ട്? 4 വർണ്ണകങ്ങളിലൂടെ കാണിച്ചിട്ടുണ്ട്. 4 വർണ്ണകം പോയിട്ടുണ്ട് അതിന്റെ ഇടയിൽ. വ്യാഖ്യാന ചതുഷ്ടയേന ദർശിതാഃ, 4 വിധ വ്യാഖ്യാനത്തിലൂടെ നമ്മൾ ഇതെല്ലാം കാണിച്ചു. സൂത്രസ്യ ച അനേകാർത്ഥത്വം ഭൂഷണം. ഒരു സൂത്രത്തിന് അനേകാർത്ഥം ഉണ്ട് എന്നുള്ളത് ദൂഷണമല്ല, ഭൂഷണമാണ്. അല്പാക്ഷരം അസന്ദിഗ്ധം സാരവത് വിശുദ്ധമുഖം. സാരവത്ത് വിശുദ്ധമുഖമാണ്, അനേകാർത്ഥം ഉണ്ടാവും, അതിന്റെ ഗുണമാണ്. നനു ഇതം സൂത്രം ശാസ്ത്രാത് ബഹിസ്ഥിത്വ ശാസ്ത്രം ആരംഭയതി അന്തർഭൂത്വ. ഈ സൂത്രമേ മൊത്തം ശാസ്ത്രത്തിന്റെ പുറമെ വന്നിട്ട് ബാക്കി സൂത്രങ്ങളായിരിക്കുന്ന ശാസ്ത്രങ്ങളെ ആരംഭിപ്പിക്കുകയാണോ, അതല്ല കൂടെ വന്നിട്ട് ആരംഭിപ്പിക്കുകയാണോ? ആദ്യേ തസ്യ ഹേത. ആദ്യ പക്ഷം എന്താണ്? പുറത്തിരുന്നിട്ട് ശാസ്ത്രത്തെ ആരംഭിക്കുകയാണെങ്കിൽ ഈ സൂത്രം ഗ്രഹിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ശാസ്ത്രാസംഭവം, ഇത് ശാസ്ത്രത്തിൽ പെടത്തില്ല. ശാസ്ത്രം എന്ന് പറയുന്ന അർത്ഥം ഏക പ്രയോജന ഉപനിബദ്ധം അശേഷാർത്ഥ പ്രതിപാദകം ശാസ്ത്രം. ഒരു കാര്യത്തിന് വേണ്ടിയുള്ള സകല കാര്യത്തെയും പ്രതിപാദിക്കുമ്പോൾ അത് ശാസ്ത്രമാകുന്നത്. ദ്വിതീയ പക്ഷം എന്താണ്? അതോട് ചേർന്നിരുന്നിട്ട് ആ ശാസ്ത്രത്തെ ആരംഭിപ്പിക്കുകയാണ്. അന്നേരം പറയാണ് തസ്യ ആരംഭകം വാച്യം. അല്ല, ബാക്കിയുള്ളതിന്റെ ആരംഭകൻ ഈ സൂത്രമാവാം. ഈ സൂത്രത്തിന്റെ ആരംഭകൻ ആരാവും? അതാരെങ്കിലും ഉണ്ടെന്ന് പറയേണ്ടി വരില്ലേ? വാച്യം പറയപ്പെടണം. നജ സ്വയമേവ ആരംഭകം. താൻ തന്നെ തന്റെ ആരംഭകനാവുന്നത് എങ്ങനെയാണ്? അത് പറ്റത്തില്ല. സ്വസ്മാത് സ്വോത്പത്തി രീതി ആത്മാശ്രയാത്. അങ്ങനെ വരുമ്പോൾ ആത്മാശ്രയമുണ്ട്, തന്നിൽ നിന്ന് തന്നെ തന്റെ ഉത്പത്തി. അതായത് എല്ലാറ്റിനെയും ആരംഭിപ്പിക്കുന്ന ആരാ? താൻ. അപ്പോൾ തന്റെ ഈ ആരംഭം തന്നിൽ നിന്ന് തന്നെ. അന്നപ്പോൾ ആത്മാശ്രയം എന്ന് അർത്ഥം. എന്നുവെച്ച ആരംഭകാന്തരം പശ്യാമഹ. അതെന്താ പ്രശ്നം? വേറൊരു ആരംഭകനെ കാണുന്നില്ല, പിന്നെ താൻ തന്നെ ആരംഭകം എന്ന് പറയണ്ടേ? ഇത്രയും പൂർവപക്ഷ ആപത്തി നടത്തുമ്പോൾ സിദ്ധാന്ത ഉത്തരം പറയണം. ഉച്ചതേ ശ്രവണ വിധിന ആരബ്ധമിതം ശാസ്ത്രം ശാസ്ത്രാന്തരഗതമേവ ശാസ്ത്രാരംഭം പ്രതിപാദയതി യഥാ അധ്യയന വിഹിർ വേദാന്തർഗത ഏവ കൃഷ്ണ വേദസ്യ അധ്യയനേ പ്രയുക്തി തദ്വത് ഇതി അനവദ്യം. ശ്രവണ വിധിന ആരബ്ധമിതം ശാസ്ത്രം. ഈ ബ്രഹ്മസൂത്രം എന്നുള്ള ശാസ്ത്രം ആരംഭിക്കുന്നത് എവിടെന്നാ? ശ്രവണ വിധിയാലാണ്. ശ്രവണത്തിൽ വിധിയുണ്ടോ? ശ്രോതവ്യം, മന്തവ്യം, നിധിധ്യാസിതവ്യം. തത് വിജ്ഞാസസ്വ ഇത്യാദി ശ്രുതി സംബന്ധിയായിട്ടാണ് ഈ സൂത്രം വന്നിരിക്കുന്നത്. അപ്പോഴാണ് ശ്രവണാദി വിധികളാൽ ആരബ്ധമാണ് ഈ ശാസ്ത്രം പോലും. ഈ ശാസ്ത്രം എവിടെ നിന്ന് ആരംഭിച്ചത്? അഥത് ബ്രഹ്മജിജ്ഞാസ. അതിന് കാരണം എന്തായിരുന്നു? ശ്രോതവ്യം, മന്തവ്യം, നിധിധ്യാസിതവ്യാദി വിധിയായിരുന്നു. അപ്പൊ ശ്രവണ വിധിയാൽ ആരബ്ധമാണ് ഈ ശാസ്ത്രം. എന്നപ്പോൾ ശാസ്ത്രാന്തർഗതമേവ ശാസ്ത്രാരംഭം പ്രതിപാദ്യത. ഈ സൂത്രവും എങ്ങനെയാണുള്ളത്? ശ്രവണത്തിലാണ്. ശ്രവണം എന്ന് പറയുന്നത് ശ്രവണമാണ്, നിധ്യാസനത്തെ വിധിക്കാണല്ലോ. വിജ്ഞാനാർത്ഥം അപരോക്ഷ ബ്രഹ്മജ്ഞാനാർത്ഥം വിചാര കർത്തവ്യന. അപ്പൊ വിചാര സ്ഥലത്ത് ശ്രവണമാണ് നിധ്യാസനങ്ങളുടെ ഒറ്റപ്പേരുടെ വിചാരം. അപ്പോൾ ശ്രവണത്തിലെ വിധിയെ പറയുകയാണ് ഈ സൂത്രം പോലും. അപ്പോൾ ശാസ്ത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഈ സൂത്രം ശാസ്ത്രത്തെ പ്രതിപാദിക്കുന്നത്, ശാസ്ത്രാരംഭത്തെ പ്രതിപാദിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. നിങ്ങളുടെ വേദാധ്യയനം നടത്താനുള്ള വിധി ഏതാ? സ്വാധ്യായ അധ്യതവ്യ. ആ വാക്യം വേദത്തിൽ അന്തർഗതമല്ലേ? എന്നിട്ടും വേദത്തിന്റെ അധ്യയനത്തെ ആ വാക്യം പറയുന്നില്ലേ? അപ്പൊ വേദാധ്യയനം നടക്കുമ്പോൾ ആ വാക്യം അധ്യയനം ചെയ്യപ്പെടുമോ? അതും ടീക്ക് സ്വാധ്യായ ആ വാക്യം അധ്യയനം ചെയ്യപ്പെടും. അപ്പൊ വേദവാക്യം തന്നെയാണ് സ്വാധ്യായ അധ്യതവ്യ. ആ വേദവാക്യം തന്റെയും മറ്റുള്ള എല്ലാ വാക്യങ്ങളുടെയും അധ്യയനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ഇവിടെയും ഒന്നാമത്തെ സൂത്രവും വിചാരത്തെ ആരംഭിക്കുമ്പോൾ താൻ അടക്കമുള്ള വിചാരത്തെ ആരംഭിക്കാൻ വേണ്ടിയാണ്
സൂത്രം വന്നിരിക്കുന്നത് മനസ്സിലായിക്കൊള്ളുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഒരു പ്രസംഗം വന്നിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് തന്നെ മാത്രമല്ല, തന്റെയും തന്റെ സംബന്ധിയും ബോധിപ്പിക്കുന്നത് കൊണ്ട് ദോഷമില്ലെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങളുടെ ഒന്നാമത്തെ സൂത്രം ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഉപോദ്ഘാത ഭാഷ, അതായത് അധ്യാസ ഭാഷ്യവും കഴിഞ്ഞു, ഒന്നാം സൂത്രവും കഴിഞ്ഞു. ഒന്നാം സൂത്രം എന്താണത്? സൂത്രം പറയാം. അഥാദോ ബ്രഹ്മജിജ്ഞാസ. ആദോ ബ്രഹ്മജിജ്ഞാസ. അഥാതോ ബ്രഹ്മജിജ്ഞാസ. അഥ എന്ന് പറഞ്ഞ എന്താർത്ഥം? ആനന്ദര്യം. ആദം ചതുഷ്ടയ ആനന്തര്യാർത്ഥം. സമ്പദ്യാനന്ദം. ഏതിനനന്തരം? സാധന ചതുഷ്ടയ ആത്മചാതുഷ്ടയം. സാധനന്തരം. അതിനുശേഷം അതഹ ശബ്ദം എന്താർത്ഥം? തസ്മാത് കാരണാത്. ബിന്ദു. അത് ഏത് കാരണമായിട്ട്? ആകാശം. സാധനയിഷ്ട സമ്പത്തി കാരണമായിട്ട് അന്വേഷിക്കുക. പക്ഷെ ഭാഷ്യത്തിൽ പോകുന്ന നേരം നമ്മൾ കണ്ടത് കർമ്മകാണ്ഡ വിധികൾ അനിത്യഫലത്തെയും ജ്ഞാനകാണ്ഡ വാക്യങ്ങൾ നിത്യഫലത്തെയും പറയുന്നതിനാൽ പിന്നെയും ഒഴുക്കൽ കൂടെ അന്വേഷിച്ചുകൊള്ളുക. സാധനയിഷ്ട സമ്പത്തിയുള്ളവനാൽ ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ. ആ രീതിയിലും അധശബ്ദം കൊണ്ടുവന്ന് വെക്കുക. ടീക്കേ. ശരിക്കും അധശബ്ദത്തിന് എന്താ അർത്ഥമുള്ളത്? ആയതിനാൽ എന്ന് പറഞ്ഞ മുമ്പ് പറഞ്ഞ വാക്യമായിട്ട് തസ്മാത് ചേർത്ത് കൊടുത്താൽ മതി. അതായത് സാധന സമ്പത്തി ശ്രവണാദികൾക്ക് കാരണമായതിനാൽ ടീക്കേ. അപ്പോൾ എന്ത് ചെയ്യണം? വേദാന്ത പ്രതിപാദ്യ ബ്രഹ്മ ഐക്യജ്ഞാനത്തിനായിട്ട് വേദാന്ത വിചാര എന്നുള്ള ശ്രവണമാനന നിധ്യാസനം, വേദാന്ത സംബന്ധിയായിരിക്കുന്ന ശ്രവണമാനന നിധ്യാസനം ചെയ്യണം എന്നാണ് വിധി വന്നിരിക്കുന്നത്. ടീക്കേ. അപ്പൊ ശ്രവണത്തിൽ വിധിയുണ്ടോ? വിധിയുണ്ട്. അപൂർവ വിധിയും നിയമവിധിയും എല്ലാം പാലിക്കും ഇവിടെ. ടീക്കേ. അത് വേറെയും പല ഗ്രന്ഥത്തിൽ വരുന്ന നേരം നമ്മൾക്ക് ഈ വിധിപ്രസംഗം നമ്മൾ ഉപനിഷത്തിൽ കാണത്തില്ല. വിധിയുണ്ടോ ഇല്ലയോ, അതെവിടെയാണ് വിധി? ബ്രഹ്മത്തിലാണോ ബ്രഹ്മജ്ഞാനത്തിലാണോ? ഇതെല്ലാം നിങ്ങൾക്കിനി വരും ഗ്രന്ഥങ്ങളിൽ ഇവിടെ ഇനി കഴിഞ്ഞു, ഇനി മറ്റു പല ഗ്രന്ഥങ്ങൾ ഇവിടെയും കാണാവുന്നതാണ്. ടീക്കേ. ഇത് വേറൊരു ഭാഗമാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവോം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.